ഹായ് ഓൾ, എല്ലാവർക്കും സ്മാർട്ട് പ്രിപ്പ് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ NCERT അധ്യായം 4 പഠിക്കാൻ പോകുന്നത്, കാര്യനിർവഹണ വിഭാഗം. അപ്പോൾ നിയമനിർമ്മാണ വിഭാഗമൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടാണ് നമ്മൾ കാര്യനിർവഹണ വിഭാഗം പഠിക്കുന്നത്. അപ്പം എന്താണ് കാര്യനിർവഹണ വിഭാഗം എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, നിയമങ്ങൾ നിർമ്മിക്കുക എന്നുള്ള ഡ്യൂട്ടി ആർക്കാണ്? നിയമങ്ങൾ നിർമ്മിക്കുക, അത് നമ്മുടെ നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ ലെജിസ്ലേച്ചറാണ്. ഈ ലെജിസ്ലേച്ചർ നിർമ്മിച്ചിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്ന വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. ഇനി നമുക്ക് ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന വായിക്കാം. ഗവൺമെന്റിലും ഒരു വിഭാഗം ചട്ടങ്ങളും നയങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുകയും മറ്റൊരു വിഭാഗം ഈ ചട്ടങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു. നയങ്ങൾ നടപ്പിലാക്കൽ, ഭരണ നിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെന്റിന്റെ ഘടകമാണ് കാര്യനിർവഹണ വിഭാഗം. ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, എന്നാണ് കാര്യനിർവഹണ വിഭാഗം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. നിയമനിർമ്മാണ സഭ രൂപം നൽകിയ നിയമങ്ങളും നയങ്ങളും നടപ്പിലാക്കുന്നത് കാര്യനിർവഹണ വിഭാഗമാണ്. മിക്കപ്പോഴും നയരൂപീകരണത്തിലും കാര്യനിർവഹണ വിഭാഗം പങ്കുവഹിക്കുന്നുണ്ട്. നമുക്കറിയാം, ഗവൺമെന്റ് പല കാര്യങ്ങളും പദ്ധതികളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഈ ഉദ്യോഗസ്ഥരുടെ സഹായം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണ് പല സമയത്തുള്ള സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഔദ്യോഗിക പദവികൾ ഓരോ രാജ്യത്തും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പം നമുക്കറിയാം, ചില രാജ്യത്ത് പ്രസിഡന്റ് ഉണ്ടെങ്കിൽ ചില രാജ്യത്ത് എന്താണ്, ചാൻസലർ ആണ് അല്ലേ. അപ്പം അതുപോലെ തന്നെ നമ്മളിപ്പം നമുക്ക് IAS IPS എന്നൊക്കെ ഉള്ളത് പോലെ എല്ലാ രാജ്യത്തും അങ്ങനെയാണോ? അല്ല, ഡിഫറെൻ്റ് ആണ്. മറ്റു ചില രാജ്യങ്ങൾക്ക് ചാൻസലറും പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്നിവർ മാത്രം അടങ്ങുന്നതല്ല കാര്യനിർവഹണ വിഭാഗം. ദൈനംദിന ഭരണ നിർവഹണം നടത്തുന്ന ഉദ്യോഗസ്ഥ വൃന്ദവും ഇതിന്റെ ഭാഗമാണ്. ഗവൺമെന്റിന്റെ നയരൂപീകരണം നടത്തുന്നതിന് ചുമതലയുള്ള ഗവൺമെന്റ് തലവനും മന്ത്രിമാരും ഉൾപ്പെടുന്ന വിഭാഗത്തെ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കുന്നു. അതായത് നമ്മുടെ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അതായത് നമ്മുടെ മന്ത്രിസഭ, മിനിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ഇത്രയും എന്ന് പറയുന്നത് എന്താണ്? പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവാ. ഇപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞത് യൂണിയൻ എക്സിക്യൂട്ടീവാ, അതായത് കേന്ദ്രത്തിലുള്ളതാണ് പറഞ്ഞത്. ഇനി നമ്മുടെ സംസ്ഥാനത്തിലോട്ട് വരുന്ന സമയത്ത് ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രി, അവിടുത്തെ മന്ത്രിമാര്, ഗവർണറൊക്കെ എന്താണ്? നമ്മുടെ സംസ്ഥാനത്തെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആണ്. അപ്പൊ നമുക്ക് രണ്ട് തരത്തിൽ തരംതിരിക്കാം എക്സിക്യൂട്ടീവിനെ, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്നും പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്നും. അപ്പൊ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മുടെ കേന്ദ്രത്തിലാണെങ്കിൽ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ സംസ്ഥാനത്തിലാണെങ്കിൽ മുഖ്യമന്ത്രി, മന്ത്രിമാർ, ഗവർണർമാർ, ഇവരൊക്കെ ചേർന്നതാണ് എന്ത്? പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതായത് സ്ഥിരമായിട്ടുള്ള ആൾക്കാർ, അതായത് നമ്മുടെ ഉദ്യോഗസ്ഥരെ, അവരെന്ത് ചെയ്യുന്നില്ല, 5-5 വർഷം കൂടുമ്പോൾ മാറുന്നില്ല. പകരം അവര് കൃത്യമായിട്ട് അവർ ജോലിയിൽ പ്രവേശിച്ചത് മുതൽ അവരുടെ കാലയളവ് അവസാനിക്കുന്ന പെൻഷൻ ആവുന്നത് വരെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ജോലിയിൽ തുടരുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെ പെർമനന്റ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നത്. മറ്റൊരു തരത്തിൽ നമുക്ക് എക്സിക്യൂട്ടീവിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് യൂണിയൻ എക്സിക്യൂട്ടീവ്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. യൂണിയൻ എക്സിക്യൂട്ടീവ് ആണ് നമ്മൾ പറഞ്ഞ ആൾക്കാർ. പിന്നെ മുഖ്യമന്ത്രി, മന്ത്രിമാർ, ഗവർണർമാർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ പെടുന്നവരുമാണ്. അപ്പൊ ഈ ഒരു ക്ലാസിഫിക്കേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി പല രാജ്യങ്ങളിലുള്ള എക്സിക്യൂട്ടീവുകളുടെ ഒരു വ്യത്യാസമാണ് പറയുന്നത്. അമേരിക്കയിൽ കാര്യനിർവഹണ അധികാരങ്ങളെല്ലാം പ്രസിഡന്റിൽ നിക്ഷിപ്തമായിട്ടുള്ള പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ് നിലവിലുള്ളത്. നമുക്ക് പറയാം പ്രസിഡൻഷ്യൽ എന്താണ്, സെമി പ്രസിഡൻഷ്യൽ എന്താണ്, പാർലമെന്ററി സിസ്റ്റം ആണെന്നുള്ളത്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓരോ രാജ്യത്തും എന്താണെന്നുള്ളത് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഇവിടുന്ന് നമുക്ക് മനസ്സിലായ കാര്യം എന്താ? അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ സിസ്റ്റം ആണ്, ഇന്ത്യയിൽ പാർലമെന്ററി സിസ്റ്റം ആണെന്നുള്ള കാര്യം നമുക്ക് അറിയാം. കാനഡയിൽ എന്ത് സിസ്റ്റം ആണ്?
കാനഡയിൽ എന്ത് സിസ്റ്റമാണ്? ഭരണഘടനാപരമായ രാജവാഴ്ചയുള്ള പാർലമെന്ററി ഭരണ സമ്പ്രദായം. അപ്പം അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ, കാനഡയിൽ പാർലമെന്ററി ഭരണ സമ്പ്രദായം. ഇനി അതുപോലെ തന്നെ നമുക്ക് ബ്രിട്ടനിലെ കാര്യം നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അവിടെയും എന്താണ്? പാർലമെന്ററി സിസ്റ്റമാണ്. ഇനി അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലനിൽക്കുന്ന ഫ്രാൻസിൽ പ്രധാനമന്ത്രിയും പ്രസിഡന്റും എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. അപ്പൊ അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ് എവിടെയുള്ളത്? ഫ്രാൻസിൽ ഉള്ളത്. ഫ്രാൻസിൽ പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുന്നത് പ്രസിഡന്റ് ആണെങ്കിലും അവരെ പിരിച്ചുവിടാനുള്ള അധികാരം അദ്ദേഹത്തിനില്ല. പക്ഷെ നമ്മുടെ ഇവിടെ ഉണ്ട് അല്ലെ, പിരിച്ചുവിടാൻ ആർക്ക് സാധിക്കും? പ്രസിഡന്റിന് സാധിക്കും. അതിന് കുറച്ച് സാഹചര്യങ്ങളുണ്ട്. അത് നമ്മൾ ഓൾറെഡി നിയമനിർമ്മാണ വിഭാഗം എന്നുള്ള ചാപ്റ്ററിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കാരണം അവർക്ക് പാർലമെന്റിനോടാണ് ഉത്തരവാദിത്തമുള്ളത്. അതായത് ഫ്രാൻസിലെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. ഭരണത്തലവൻ പ്രധാനമന്ത്രിയും രാഷ്ട്രത്തലവൻ ചക്രവർത്തിയുമായിട്ടുള്ള ഒരു പാർലമെന്ററി സംവിധാനമാണ് ജപ്പാനിൽ നിലനിൽക്കുന്നത്. അപ്പൊ ജപ്പാനിൽ എന്താണ്? പാർലമെന്ററി സിസ്റ്റം ആണ്. പക്ഷെ അവിടുത്തെ രാഷ്ട്രത്തലവൻ എന്ന് പറയുന്നത് ആരാണ്? ചക്രവർത്തിയാണ് അല്ലെ. പ്രധാനമന്ത്രി, ഭരണത്തലവൻ, രാഷ്ട്രത്തലവൻ, ചക്രവർത്തി. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സിസ്റ്റമാണ്? പാർലമെന്ററി സിസ്റ്റം ആണ് അല്ലെ. പാർലമെന്ററി സിസ്റ്റം. അതില് നമ്മുടെ ഭരണത്തലവൻ എന്ന് പറയുന്ന ആരാ? പ്രധാനമന്ത്രി. അതുപോലെ നമ്മുടെ രാഷ്ട്രത്തലവൻ ആരാ? പ്രസിഡന്റ്. ജപ്പാനിലാണെങ്കിൽ ഈ പറയുന്ന ഭരണത്തലവൻ ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രി. പക്ഷെ രാഷ്ട്രത്തലവൻ നമ്മുടെ ഇവിടെ പ്രസിഡന്റ് ആണെങ്കിൽ അവിടെ അതാരാണ്? ചക്രവർത്തിയാണ്. ഓക്കെ, അപ്പൊ ബ്രിട്ടനിലെ കാര്യമാണെങ്കിൽ അവിടെ ഭരണത്തലവൻ നമ്മുടെ ഇവിടെ പോലെ തന്നെ പ്രധാനമന്ത്രിയാണ്. പക്ഷെ രാഷ്ട്രത്തലവൻ എന്ന് പറയുന്നത് അവിടെ എന്താണ്? രാജാവ് അല്ലെങ്കിൽ രാജ്ഞി ആണ്. ഓക്കെ, അതുപോലെ തന്നെ രാഷ്ട്രത്തലവൻ പ്രസിഡന്റും ഭരണത്തലവൻ പ്രധാനമന്ത്രിയുമായിട്ടുള്ള പാർലമെന്ററി സമ്പ്രദായമാണ് ഇറ്റലിയിൽ നിലനിൽക്കുന്നത്. പ്രസിഡന്റ് രാഷ്ട്രത്തലവനും അദ്ദേഹം നിയമിക്കുന്ന പ്രധാനമന്ത്രി ഭരണത്തലവനുമായുള്ള ഒരു അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ് റഷ്യയിലേത്. ഓക്കെ, എന്നാൽ ജർമ്മനിയിലാകട്ടെ ചാൻസലർ ഭരണത്തലവനും നാമമാത്രമായ അധികാരങ്ങളുള്ള പ്രസിഡന്റ് രാഷ്ട്രത്തലവനുമായുള്ള ഒരു പാർലമെന്ററി സമ്പ്രദായമാണുള്ളത്. അപ്പം നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള ശ്രീലങ്കയിൽ എന്ത് സിസ്റ്റം ആണുള്ളത്? അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ് നിലനിൽക്കുന്നത്. അപ്പം നമുക്ക് ഓരോ രാജ്യങ്ങളുള്ളത് മനസ്സിലായി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏതൊക്കെ രാജ്യത്താണ് ഏതൊക്കെ സിസ്റ്റം നിലനിൽക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അപ്പം നമ്മുടെ ഇവിടെ അമേരിക്ക പറഞ്ഞിട്ടുണ്ട്, കാനഡ പറഞ്ഞിട്ടുണ്ട്, ഫ്രാൻസ് പറഞ്ഞു, റഷ്യ പറഞ്ഞു, ഇറ്റലി പറഞ്ഞു, ജപ്പാൻ പറഞ്ഞു, ബ്രിട്ടൻ പറഞ്ഞു. അപ്പൊ ഇത്രയും രാജ്യങ്ങൾ ഓരോന്നും ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളൊരു ബുക്കിൽ ഒന്ന് ടേബിളായിട്ട് വരച്ച് വെക്കാട്ടോ. അപ്പം നമുക്ക് നോക്കാം. വിവിധ തരം എക്സിക്യൂട്ടീവുകൾ. കൂട്ടായ നേതൃത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വ്യവസ്ഥകളാണ് പാർലമെന്ററി വ്യവസ്ഥയും അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായവും. എന്നാൽ ഒരു വ്യക്തിയുടെ നേതൃത്വം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വ്യവസ്ഥയാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്ന് പറയുന്നത്. പാർലമെന്ററി വ്യവസ്ഥ നോക്കാം. സാധാരണയായി ഭരണത്തലവൻ അറിയപ്പെടുന്നു പ്രധാനമന്ത്രിയാ. നമ്മളിപ്പോൾ ജപ്പാന്റെ കാര്യം പറഞ്ഞ സമയത്താണെങ്കിലും ബ്രിട്ടന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നമ്മുടെ ഇന്ത്യന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പം ഭരണത്തലവൻ എന്ന് പറയുന്നത് ആരാണ്? ഈ പ്രധാനമന്ത്രിയാണ് അല്ലെ. നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷ പാർട്ടിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി. ഇത് നമുക്ക് പ്രത്യേകമായിട്ട് പറയണ്ട. നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന അല്ലേ, ലോകസഭയിൽ സീറ്റുകൾ ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടിയുടെയോ മുന്നണിയുടെയോ നേതാവാണ് എന്തായിട്ട് മാറുന്നത്? പ്രധാനമന്ത്രിയായിട്ട് മാറുന്നത്. പ്രധാനമന്ത്രിക്ക് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും അല്ലെ. ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു കഴിഞ്ഞാല് ഗവൺമെന്റ് താഴെ പോയി. ഇവിടെ രാഷ്ട്രത്തലവൻ എന്ന് പറയുന്നത് ഒന്നുകിൽ രാജാവ് അല്ലെങ്കിൽ പ്രസിഡന്റ്. ഇപ്പൊ ബ്രിട്ടന്റെ കാര്യത്തിലാണെങ്കിൽ അതാരാണ്? രാജാവാണ്. ജപ്പാന്റെ കാര്യത്തിൽ രാജാവോ രാജ്ഞിയോ. അതുപോലെ ജപ്പാന്റെ കാര്യത്തിലാണെങ്കിൽ അത് ചക്രവർത്തിയാണ്. ഇന്ത്യയിലാണെങ്കിൽ അത് പ്രസിഡന്റ് ആണ്. ഓക്കെ, ഇനി അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം. ഇവിടെ പ്രസിഡന്റ് ആണ് രാഷ്ട്രത്തലവൻ, ഭരണത്തലവൻ പ്രധാനമന്ത്രി. ഏതാണ് നമ്മുടെ ഇവിടെ പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. ഇതേ സെയിം കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ പ്രസിഡന്റ് എന്ന് പറയുന്ന ആളും എന്ത് തന്നെയായിരിക്കും? മിക്കപ്പോഴും ഈ സെയിം രാഷ്ട്രീയ കക്ഷിയിലുള്ള അല്ലെങ്കിൽ ഒരേ സെയിം രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ തന്നെ ആയിരിക്കും.
പിന്നെ രാഷ്ട്രത്തലവൻ അതായത് പാർലമെന്ററി വ്യവസ്ഥയിൽ രാഷ്ട്രത്തലവൻ രാജാവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഭരണഘടനാധിഷ്ഠിതമായ രാജവാഴ്ച എന്നും പറയും. അതുപോലെ തന്നെ പ്രസിഡന്റ് ആണെങ്കിൽ നമ്മളത് പാർലമെന്ററി റിപ്പബ്ലിക് എന്ന് പറയും. ഇപ്പൊ ബ്രിട്ടൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഭരണഘടനാധിഷ്ഠിതമായ രാജവാഴ്ചയാണ് അവിടെ ഉള്ളത്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിലോ പ്രസിഡന്റ് ആണ്, അതുകൊണ്ട് തന്നെ പാർലമെന്ററി റിപ്പബ്ലിക്കും ആണ്. ഓക്കെ, ഇനി പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്ന് പറയുന്നത് അവിടെ പ്രസിഡന്റിന് അത്രയധികം പവറാണ്. അതായത് ഒരു വ്യക്തിയിലേക്ക് എന്ത് ചെയ്യാണ്, പവർ പോവാണ് ചെയ്യുന്നത്. പ്രസിഡന്റ് രാഷ്ട്രത്തലവനാണ്, അദ്ദേഹം തന്നെയാണ് ഭരണത്തലവനും. സാധാരണഗതിയിൽ പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ അമേരിക്കൻ ഇലക്ഷൻ ഒക്കെ നമുക്കറിയാം. അപ്പൊ ഇന്ത്യയിൽ നമ്മൾ പ്രസിഡന്റ് ഉണ്ടെങ്കിലും അദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നേരിട്ട് തെരഞ്ഞെടുക്കുന്നില്ല. നമ്മൾ ഓൾറെഡി തെരഞ്ഞെടുത്ത് വിട്ടിട്ടുള്ള ജനപ്രതിനിധികളാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നത്. പ്രസിഡന്റിന് നിയമനിർമ്മാണ സഭയോട് എന്തില്ല, ഉത്തരവാദിത്തം ഇല്ല. ഓക്കെ, അപ്പം ഈ ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ പ്രസിഡന്റ് വളരെ പവർഫുൾ ആണ്. എന്നാൽ പാർലമെന്ററി വ്യവസ്ഥയിലും അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിലും ഈ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു പ്രസിഡന്റ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ രാജാവ്, രാജ്ഞി, ചക്രവർത്തി എന്നിവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് രാഷ്ട്ര തലവന്മാർ എന്ന് പറയുന്നത് ഒരു ആലങ്കാരിക എക്സിക്യൂട്ടീവ് ആണ്. അപ്പൊ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. എന്തെങ്കിലും കാര്യം മനസ്സിലാവാത്തതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് വീണ്ടും കേട്ടാൽ മതി. ഓക്കെ, കാരണം അല്ലെങ്കിൽ ഓൾറെഡി വീഡിയോ വലുതായിരിക്കും. അപ്പൊ പിന്നെ നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വീണ്ടും വലുതാക്കണ്ട. ഓക്കെ, ഇനി പാർലമെന്ററി വ്യവസ്ഥയാണ് പറയുന്നത്. കാരണം നമ്മുടെ ഇവിടെ പാർലമെന്ററി റിപ്പബ്ലിക് ആണ്. പാർലമെന്ററി വ്യവസ്ഥയിൽ പ്രധാനമന്ത്രിയാണ് ഭരണത്തലവൻ. മിക്ക പാർലമെന്ററി വ്യവസ്ഥയിലും ഒരു നാമമാത്ര ഭരണത്തലവൻ ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ പ്രസിഡന്റ്. അത് രാജാവാകാം അല്ലെങ്കിൽ പ്രസിഡന്റ് ആകാം, പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അത് പ്രസിഡന്റ് ആണ്. അത്തരം വ്യവസ്ഥയിൽ രാജാവിന്റെയോ പ്രസിഡന്റിന്റെയോ സ്ഥാനം തികച്ചും ആലങ്കാരികമായിരിക്കും. യഥാർത്ഥ അധികാരം കൈയാളുന്നത് പ്രധാനമന്ത്രി നയിക്കുന്ന മന്ത്രിസഭയായിരിക്കും. അപ്പം നമ്മുടെ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രസിഡന്റ് ഉണ്ട്, ശരിയാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അദ്ദേഹത്തിന് വലിയ 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 ചുമതലകളാണ് കൊടുത്തിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ അധികാരമുള്ള പ്രധാനമന്ത്രിയെ വരെ നിയമിക്കുന്നു, അല്ലെ, മന്ത്രിമാരെ നിയമിക്കുന്നു, ആ കമ്മീഷന്റെ അംഗങ്ങളെ നിയമിക്കുന്നു, ഈ കമ്മീഷന്റെ അധ്യക്ഷനെ നിയമിക്കുന്നു. അങ്ങനെ വലിയ വലിയ നിയമനങ്ങളും എല്ലാം പ്രസിഡന്റിനാണ്. പക്ഷെ എന്നാൽ നമുക്കറിയാം അദ്ദേഹം ഏറെക്കുറെ ഈ പറയുന്ന പ്രധാനമന്ത്രി അടങ്ങുന്ന മന്ത്രിസഭ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അങ്ങനെ നമ്മൾ ന്യൂസുകളൊന്നും കണ്ടിട്ടില്ല. സംസ്ഥാനങ്ങളിൽ ചിലപ്പം ഈ മുഖ്യമന്ത്രിയും ഗവർണറും ഇടയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു പ്രസിഡന്റ് അങ്ങനെ ഒരു മന്ത്രിസഭയ്ക്കെതിരെ അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെ നിൽക്കുന്നതോ ഒന്നും നമ്മൾ കാണാറില്ല. അവർ വളരെ കോഡിയലായിട്ടുള്ള ഒരു റിലേഷനിൽ പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ വ്യവസ്ഥ നിലനിൽക്കുന്നത് നമ്മുടെ പാർലമെന്ററി സിസ്റ്റം. ഒരു അർദ്ധ പ്രസിഡൻഷ്യൽ വ്യവസ്ഥയിൽ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഉണ്ടായിരിക്കും. എന്നാൽ പാർലമെന്ററി വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി ഈ സമ്പ്രദായത്തിൽ പ്രസിഡന്റിന് രാഷ്ട്രത്തിന്റെ ദൈനംദിന ഭരണകാര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരമുണ്ടായിരിക്കും. ഈ വ്യവസ്ഥയിൽ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒരേ രാഷ്ട്രീയ കക്ഷിയിൽ പെടുന്നവരാകണമെന്നില്ല. ചിലപ്പോൾ ഒരേ രാഷ്ട്രീയ കക്ഷിയിൽ പെടുന്നവരും ആകാം. അപ്പൊ ശ്രീലങ്കയിലെ കാര്യം നമ്മൾ പറഞ്ഞു. ശ്രീലങ്കയിൽ ഒരേ രാഷ്ട്രീയ കക്ഷിയിൽ പെടുന്നവരാണ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായിട്ട് വരുന്നത്. ഫ്രാൻസ്, റഷ്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ പ്രസിഡൻഷ്യലും സെമി പ്രസിഡൻഷ്യലും അതുപോലെ തന്നെ പാർലമെന്ററി സിസ്റ്റത്തിലും വരുന്ന രാജ്യങ്ങൾ നിങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് പഠിക്കാട്ടോ. ഇനി ഇന്ത്യയിലെ പാർലമെന്ററി എക്സിക്യൂട്ടീവ് 1919 1935 ഇന്ത്യ ഗവൺമെന്റ് നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ള പാർലമെന്ററി വ്യവസ്ഥ നടപ്പിലാക്കിയതിന്റെ ചില അനുഭവങ്ങൾ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. പാർലമെന്ററി വ്യവസ്ഥയിൽ എക്സിക്യൂട്ടീവിനെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ ജനപ്രതിനിധികൾക്ക് കഴിയുമെന്ന് ഈ അനുഭവങ്ങൾ തെളിയിച്ചു. ഗവൺമെന്റ് ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളതായിരിക്കണമെന്നും അവരുടെ പ്രതീക്ഷകളോട് ക്രിയാത്മകമായി പ്രതികരിക്കണമെന്നും ഉറപ്പുവരുത്തുവാൻ ഭരണഘടനാ നിർമ്മാതാക്കൾ ആഗ്രഹിച്ചു. പാർലമെന്ററി എക്സിക്യൂട്ടീവിന് ബദലായിട്ടുള്ളത്, അതായത് നമ്മൾ പാർലമെന്ററി എക്സിക്യൂട്ടീവ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ ഓപ്ഷൻ, പ്രസിഡൻഷ്യൽ ഗവൺമെന്റ് എടുക്കണം എന്നുള്ളതാണ്, അല്ലെ. പക്ഷേ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും പ്രസിഡന്റിനാണ്. അതുകൊണ്ട് തന്നെ വ്യക്തിപൂജ എന്ന അപകടം എല്ലായ്പ്പോഴും ഈ സമ്പ്രദായത്തിനുണ്ട്. ശക്തമായ ഒരു എക്സിക്യൂട്ടീവ് വിഭാഗം ഉണ്ടാവണമെന്നും എന്നാൽ വ്യക്തിപൂജ സമ്പ്രദായത്തിനെതിരെ വേണ്ട മുൻകരുതലുകൾ എടുക്കാനും ഭരണഘടനാ നിർമ്മാതാക്കൾ ശ്രദ്ധിച്ചിരുന്നു.
പാർലമെന്ററി വ്യവസ്ഥയിൽ നിയമനിർമ്മാണ സഭയ്ക്ക് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നതിനും ഉത്തരവാദിത്തം ഉറപ്പുവരുത്തുന്നതിനും ധാരാളം ഉപാധികളുണ്ട്. അത് നമ്മൾ നിയമനിർമ്മാണ വിഭാഗം എന്ന ഭാഗത്തിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഈ നിയമനിർമ്മാണ വിഭാഗം എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ള കാര്യം. അതായത് ഈ പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെയും ഒക്കെ എന്താണ് ചെയ്യുന്നത്? നിയമനിർമ്മാണ വിഭാഗം നമ്മുടെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അതായത് ഭരണഘടനാ നിർമ്മാതാക്കൾ എങ്ങനെയാണ് നമ്മൾ പ്രസിഡൻഷ്യലും അർദ്ധ പ്രസിഡൻഷ്യലും എടുക്കാതെ എന്തുകൊണ്ട് പാർലമെന്ററി സമ്പ്രദായം എടുത്തു എന്നുള്ളതിന്റെ കാരണങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം അതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മളെ ബ്രിട്ടൻ ഭരിച്ചു, നമുക്ക് അവരിവിടെ നടപ്പിലാക്കിയതും പാർലമെന്ററി സമ്പ്രദായമാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ നല്ല പരിചയമുണ്ട് ആ സിസ്റ്റം. രണ്ടാമത്തെ കാര്യമാണ് ഈ പറയുന്നത്, കുറച്ചും കൂടെ ജനങ്ങൾ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എല്ലാവരെയും പ്രതിനിധീകരിക്കുകയും ഈ പറഞ്ഞൊരു വ്യക്തിപൂജ എന്നുള്ള ഒരു കാര്യം ഇല്ലാതാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ പാർലമെന്ററി സിസ്റ്റം തെരഞ്ഞെടുത്തത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും പാർലമെന്ററി എക്സിക്യൂട്ടീവ് വ്യവസ്ഥ സ്വീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാക്കയുടെ കരച്ചിലൊക്കെ കേൾക്കാൻ, കാരണം അത് രാവിലെയാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പ്രസിഡന്റ് ഔപചാരിക രാഷ്ട്രത്തലവനായുള്ള ഈ വ്യവസ്ഥയിൽ പ്രധാനമന്ത്രിയും മന്ത്രിസഭയുമാണ് ദേശീയ തലത്തിലുള്ള ഗവൺമെന്റിനെ നയിക്കുന്നത്. നമുക്ക് പ്രസിഡന്റ് ഉണ്ട്, ഒരു കേന്ദ്ര ഗവൺമെന്റ്. ദേശീയ തലത്തിൽ എന്താ ഉള്ളത്? കേന്ദ്ര ഗവൺമെന്റ് ആണ്. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ പ്രധാനമന്ത്രിയും മന്ത്രിസഭയും ക്യാബിനറ്റ് ഒക്കെ വരുന്നത്. സംസ്ഥാന തലത്തിൽ ഈ പ്രസിഡന്റിന്റെ പൊസിഷന് പകരം സംസ്ഥാനത്തുള്ള ആളാണ് ആര്? ഗവർണർ എന്ന് പറയുന്നത്. ഈ ഗവർണർ എന്ന് പറയുന്നത് ആരുടെ പ്രതിനിധിയാണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ചേർന്നതാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. എവിടെ? സംസ്ഥാന തലത്തിൽ. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും ആരിൽ നിക്ഷിപ്തമാണ്? നമ്മുടെ പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. എന്താ പറയുന്നത്? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. യഥാർത്ഥത്തിൽ പക്ഷേ, എന്നാൽ ഇതൊക്കെ എഴുതി വെച്ചിട്ടേ ഉള്ളൂ അല്ലേ, പക്ഷെ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ് ഈ അധികാരങ്ങൾ പ്രസിഡന്റ് നിർവഹിക്കുന്നത്. പ്രസിഡന്റിന്റെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ്. ജനങ്ങൾ നേരിട്ടല്ല പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഇലക്ട്രൽ കോളേജ് ഉണ്ട്. സാധാരണ പൗരന്മാരല്ല, മറിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാലും MP-മാരാലും എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെയാണുള്ളത് നോക്കാം. അതായത് എല്ലാ MLA-മാർക്കും എല്ലാ MP-മാർക്കും വോട്ടവകാശം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നോക്കുക, അതായത് ലോകസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ടവര്. ഓക്കെ, അതായത് മുമ്പ് 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് എടുത്തു പറയണമെന്നില്ല, കാരണം 2020 എന്ത് ചെയ്തു? ആ ഒരു ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പം എന്നാലും നമുക്ക് അങ്ങനെ പറയാം. ലോകസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. രാജ്യസഭയിൽ 238 അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നവരും 12 പേര് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നവരാണ്. അപ്പൊ ഈ തിരഞ്ഞെടുക്കപ്പെടുന്നവർ മാത്രമേ എവിടെയുള്ളൂ? നമ്മുടെ ഈ പറഞ്ഞ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിലുള്ളൂ. ഈ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ആൾക്കാരില്ല. പിന്നെന്ന് പറയുന്നത് ഡൽഹിയിലെയും പുതുച്ചേരിയിലെയും നിയമനിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. അതായത് ഇവിടെ ശ്രദ്ധിക്കുക, നിയമസഭയാണ് കേട്ടോ, അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അതായത് നിയമസമിതി ഉള്ള സംസ്ഥാനങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ ഇല്ല, നിയമസഭയില്. ഇനി അതിനോടൊപ്പം എന്താണ്? നമ്മുടെ സംസ്ഥാനങ്ങളിലെ നിയമസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നും, അതെന്താ ബാക്കിയുള്ളവരുടെ അങ്ങനെ വിവേചനം കാണിക്കുന്നത്? അവരും നമ്മുടെ MP-മാരല്ലേ, MLA-മാരല്ലേ എന്ന്. അപ്പൊ ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഓൾറെഡി നമ്മൾ ജനങ്ങൾ നേരിട്ടല്ല പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു താല്പര്യം അവിടെ പ്രതിഫലിക്കണം എന്നുള്ളത് കൊണ്ടാണ് അറ്റ്ലീസ്റ്റ് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഈ പറഞ്ഞ MLA-മാരും MP-മാരിലൂടെ എന്ത് ചെയ്യുന്നത്? തെരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നത് എന്നുള്ളതാണ്. ഇനി ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അനുസരിച്ചുള്ള ഏക കൈമാറ്റ വോട്ട് രീതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം 2 തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് രീതി നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നുണ്ട്.
ആനുപാതിക വ്യവസ്ഥയും അതുപോലെ തന്നെ നമ്മുടെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും, ഇത് രണ്ടും പറയുന്ന മൂന്നാമത്തെ ചാപ്റ്റർ തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന് പറഞ്ഞിട്ടുള്ള എൻ സി ആർ ടി ചാപ്റ്ററിൽ നമ്മൾ വളരെ വിശദമായി ഇതിൻ്റെ ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി അതിലോട്ട് കൂടുതലായിട്ട് പോകുന്നില്ല. ഓക്കെ, ഇനി ഭരണഘടനാ ലംഘന കുറ്റത്തിന്മേൽ പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷം, അതായത് പാർലമെന്റിന്റെ 2/3 ഭൂരിപക്ഷത്തോടുകൂടി, അല്ലെങ്കിൽ 2/3 ഭൂരിപക്ഷത്തോടുകൂടി പ്രമേയം പാസ്സാക്കി കഴിഞ്ഞാൽ, അതായത് പാർലമെന്റിന്റെ ഇരു സഭകളും എന്ത് ചെയ്യണം, പ്രത്യേക ഭൂരിപക്ഷത്തോടെ, അതായത് 2/3 ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസ്സാക്കിയാൽ എന്ത് ചെയ്യാം, രാഷ്ട്രപതിയെ പുറത്താക്കാൻ സാധിക്കും, അദ്ദേഹത്തിന്റെ കാലാവധിയായ 5 വർഷം തികയുന്നതിന് മുമ്പ്. ഈ നടപടിയെ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നു. ഈ പ്രക്രിയയ്ക്ക് പാർലമെന്റിന്റെ ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ഭരണഘടനാ ലംഘനത്തിന്റെ സാഹചര്യത്തിൽ മാത്രമേ ഇംപീച്ച്മെന്റ് സാധ്യമാവുകയുള്ളൂ. അപ്പൊ എന്താണ് ഭരണഘടനാ ലംഘനം എന്നൊന്നും നമ്മുടെ ഭരണഘടനയിൽ എന്ത് ചെയ്തിട്ടില്ല, വിശദമായിട്ട് എഴുതിയിട്ടില്ല. പിന്നെ ഇതുവരെ ഒരു പ്രസിഡന്റിനെ ഇംപീച്ച്മെന്റ് ചെയ്തിട്ടും ഇല്ല. രാഷ്ട്രപതിയുടെ അധികാരവും സ്ഥാനവും. അനുച്ഛേദം 74 വളരെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ്, ഇത് പഠിക്കണം കേട്ടോ. അനുച്ഛേദം 74 ക്ലോസ് 1 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 74 ക്ലോസ് 1 രാഷ്ട്രപതിയെ സഹായിക്കുവാനും ഉപദേശിക്കുവാനും പ്രധാനമന്ത്രി തലവനായുള്ള ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കേണ്ടതും രാഷ്ട്രപതി തൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ അങ്ങനെയുള്ള, അതായത് ഈ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്ന് പറയുന്നത് എവിടെയാണ്, പ്രധാനമന്ത്രി അധ്യക്ഷനായ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചാണ് പ്രസിഡന്റ് പ്രവർത്തിക്കേണ്ടത് എന്ന് പറയുന്നത് എവിടെയാണ്, ആർട്ടിക്കിൾ 74 ക്ലോസ് 1. എന്നാൽ രാഷ്ട്രപതിക്ക് അങ്ങനെയുള്ള ഉപദേശം പൊതുവായോ അല്ലാതെയോ പുനരാലോചിക്കുവാൻ മന്ത്രിസഭയോട് ആവശ്യപ്പെടാവുന്നതും അങ്ങനെയുള്ള പുനരാലോചനയ്ക്ക് ശേഷം നൽകിയ ഉപദേശം അനുസരിച്ച് രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടതുമാകുന്നു. അതാണ് എപ്പോഴും നമ്മുടെ ഒരു വലിയൊരു പ്രശ്നമാണ്. ഇപ്പൊ വീറ്റോ അധികാരം കൊടുക്കുമ്പോഴൊക്കെ ഉള്ള ഒരു പ്രശ്നം ഇതാണ്. അതായത് ഒരു തവണ അല്ലെങ്കിൽ പ്രസിഡന്റിന് എന്ത് ചെയ്യാം, ബില്ല് തിരിച്ചയക്കാൻ പറ്റും പാർലമെന്റിലേക്ക്. പക്ഷെ ഒരു തവണ പ്രസിഡന്റ് അയച്ചിട്ട് അവരിനി ഒരു മാറ്റവും വരുത്താതെ വീണ്ടും തിരിച്ചയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പ്രസിഡന്റ് അതിൽ ഒപ്പ് വെക്കണം എന്നാണ്. അപ്പം അത് ഈ തോക്കിൽ ഉണ്ടിട്ടിട്ട് വെടിവെക്കരുത് എന്ന് പറയുമല്ലോ, എന്തിനാണ് സർ പിന്നെ തോക്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സ്ഥിതിവിശേഷമാണത്. ഭയങ്കര എന്താ പറയുക, ഒരു കോൺട്രഡിക്ഷൻ ആയിട്ടുള്ളൊരു കാര്യമാണത്. മുകളിൽ പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം എന്താണ് അർത്ഥമാക്കുന്നത്? മന്ത്രിസഭയുടെ ഉപദേശം സ്വീകരിക്കാൻ പ്രസിഡന്റ് ബാധ്യസ്ഥനാണ്. ഇങ്ങനത്തെയൊക്കെ സ്റ്റേറ്റ്മെന്റ് നോട്ട് ചെയ്ത് വെക്കുക, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. പ്രസിഡന്റിന്റെ അധികാര പരിധിയെ സംബന്ധിച്ച വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രിസഭയുടെ ഉപദേശം സ്വീകരിക്കാൻ പ്രസിഡന്റ് ബാധ്യസ്ഥനാണെന്ന് ഭരണഘടനാ ഭേദഗതി ചെയ്തുകൊണ്ട് പ്രത്യേകം സൂചിപ്പിച്ചു. പിന്നീട് മറ്റൊരു ഭേദഗതിയിലൂടെ പ്രസിഡന്റിന് ഉപദേശം പുനഃപരിശോധനയ്ക്കായി തിരിച്ചയക്കാമെന്നും പക്ഷേ അതേ ഉപദേശം തന്നെ വീണ്ടും മന്ത്രിസഭ നൽകുകയാണെങ്കിൽ പ്രസിഡന്റ് അത് സ്വീകരിക്കണമെന്നും വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. അപ്പൊ രാഷ്ട്രപതി രാഷ്ട്രത്തിന്റെ ഒരു നാമമാത്ര അധികാരിയാണ് എന്ന് നമുക്ക്, ഒരു നോമിനൽ ഹെഡാണ് എന്ന് നമുക്ക് മനസ്സിലായി. റിയൽ ഹെഡ് ആരാണ്? അത് പ്രധാനമന്ത്രിയാണ്. ഔപചാരികമായി പ്രസിഡന്റിന് വിശാലമായ നിയമനിർമ്മാണ, കാര്യനിർവഹണ, നീതിന്യായ, അടിയന്തരാവസ്ഥ പ്രഖ്യാപന അധികാരങ്ങളുണ്ട്. എന്നാൽ പാർലമെന്ററി സംവിധാനത്തിൽ പ്രസിഡന്റിന് ഈ അധികാരങ്ങൾ മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ച് മാത്രമേ വിനിയോഗിക്കാൻ കഴിയുകയുള്ളൂ. പ്രധാനമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും ലോകസഭയുടെ ഭൂരിപക്ഷ പിന്തുണ ഉണ്ടായിരിക്കുന്നതിനാൽ പാർലമെന്ററി സംവിധാനത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് എന്ത് ചെയ്യുന്നത്, യഥാർത്ഥ എക്സിക്യൂട്ടീവായി പ്രവർത്തിക്കുന്നത്. രാഷ്ട്രപതി മിക്കപ്പോഴും എന്താ ചെയ്യുന്നത്, ഈ പറഞ്ഞ മന്ത്രിസഭ നൽകുന്ന ഉപദേശങ്ങൾ സ്വീകരിക്കാറാണുള്ളത്. അങ്ങനെ വലിയ കാര്യമായിട്ട് അതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ അവരോട് ചോദ്യം ചെയ്യാനോ ഒന്നും നിൽക്കാറില്ല. അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വളരെ അപൂർവമായിട്ട് മാത്രം. ഇനി ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു കോട്ട് ഉണ്ട് ഇവിടെ, നമുക്ക് നോക്കാം. നമ്മൾ അദ്ദേഹത്തിന്, അതായത് പ്രസിഡന്റിന് യഥാർത്ഥ അധികാരങ്ങൾ ഒന്നും നൽകുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പദവി അന്തസ്സുറ്റതും ആധികാരികവുമാണ്. ഭരണഘടന ഒരു യഥാർത്ഥ എക്സിക്യൂട്ടീവിനെയോ ആലങ്കാരിക പദവി വഹിക്കുന്ന രാഷ്ട്രത്തലവനെയോ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നേരെ മറിച്ച് അധികാരവാഴ്ചയ്ക്കോ ഭരണവാഴ്ചയ്ക്കോ ഇട നൽകാത്ത ഒരു ഉന്നത പദവി സൃഷ്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾ ചോദിക്കും, ഇങ്ങനെ വെറുതെ ഒരു നോമിനൽ ഹെഡാക്കി നിർത്താനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു പ്രസിഡന്റ്? നമുക്ക് പ്രധാനമന്ത്രിയും മന്ത്രിസഭയും ഒക്കെ പോരെ, ഇങ്ങനെ ഒരു പ്രസിഡന്റിന്റെ ആവശ്യം ഉണ്ടോ? അതിനുള്ള ഉത്തരവും ഇവിടെ തന്നെ നൽകുന്നുണ്ട്. നമുക്ക് നോക്കാം, വഴിയെ മനസ്സിലാക്കാം. മുകളിൽ നടന്ന ഭരണഘടനാപരമായി രാഷ്ട്രപതിക്ക് മന്ത്രിസഭ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളെക്കുറിച്ചും
അറിയാനുള്ള അധികാരമുണ്ട്. അപ്പം നമ്മൾ രാഷ്ട്രപതിയുടെ ഡിസ്ക്രിഷണറി പവേഴ്സ് അല്ലെങ്കിൽ വിവേചന അധികാരങ്ങൾ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രസിഡന്റിനുള്ള കുറച്ച് അധികാരങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഭരണഘടനാപരമായി രാഷ്ട്രപതിക്ക് മന്ത്രിസഭ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളെ കുറിച്ച് അറിയാനുള്ള അധികാരമുണ്ട്. ചോദിക്കാം, രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന എല്ലാ വിവരങ്ങളും നൽകാൻ പ്രധാനമന്ത്രി എന്താണ് ബാധ്യസ്ഥനാണ്. രാഷ്ട്രപതി പലപ്പോഴും പ്രധാനമന്ത്രിക്ക് എഴുതുകയും രാജ്യം നേരിടുന്ന വിഷയങ്ങളിൽ തന്റെ കാഴ്ചപ്പാട് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ ചുരുങ്ങിയത് 3 സാഹചര്യങ്ങളിലെങ്കിലും രാഷ്ട്രപതിക്ക് തന്റെ വിവേചന അധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാനാവും. ഒന്നാമതായി, മന്ത്രിസഭ നൽകുന്ന ഉപദേശം പുനഃപരിശോധനയ്ക്കായി തിരിച്ചയക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. അതായത് അയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഒന്നും കൂടെ കൺസിഡർ ചെയ്തിൽ എനിക്ക് അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ തോന്നുന്നുണ്ട് എന്ന് എന്ത് ചെയ്യാം, പ്രസിഡന്റ് പറയാം. പക്ഷേ തിരിച്ചയക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. മന്ത്രിസഭയുടെ ഉപദേശങ്ങളിൽ നിയമപരമായ പഴുതുകളോ പിഴവുകളോ കണ്ടെത്തുകയോ രാജ്യത്തിന്റെ ഉത്തമ താല്പര്യത്തിന് വിരുദ്ധമോ ആണെങ്കിൽ മന്ത്രിസഭയോട് എന്ത് ചെയ്യാം, തീരുമാനം പുനഃപരിശോധിക്കാൻ രാഷ്ട്രപതിക്ക് ആവശ്യപ്പെടാൻ വേണ്ടി കഴിയും. എന്നിരുന്നാലും എന്താണ്, പ്രസ്തുത ഉപദേശം മന്ത്രിസഭ വീണ്ടും നൽകിയാൽ രാഷ്ട്രപതി അത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥനാണ്. പുനഃപരിശോധിക്കാനുള്ള രാഷ്ട്രപതിയുടെ അഭ്യർത്ഥനയ്ക്ക് സ്വാഭാവികമായും വലിയ പരിഗണന ലഭിക്കാറുണ്ട്. ആയതിനാൽ രാഷ്ട്രപതിക്ക് വിവേചന അധികാരം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മാർഗമാണിത്. ഇനി ബില്ലിൽ ഒപ്പുവെക്കുന്നതിന് പ്രസിഡന്റിന് സമയപരിധിയില്ല എന്ന കാര്യം കണ്ടുവല്ലോ. ഗവർണർക്കും ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം ഇതാണിപ്പം വളരെ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് തമിഴ്നാട് ഗവൺമെന്റിന്റെ കാര്യത്തിൽ, ഗവർണറുടെ കാര്യത്തിൽ സുപ്രീം കോടതി പറഞ്ഞ വിധിന്യായമൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. വളരെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളൊരു നല്ല ഗുണവും പ്രശ്നവും ഇതാണ്. പഠിക്കുന്നവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫിക്സ്ഡ് അല്ല, ഭരണഘടന ഫിക്സ്ഡ് ആണ്. പക്ഷേ ഈ പറഞ്ഞ സുപ്രീം കോടതിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഓരോരോ കേസുകളിലും ഈ വിധിന്യായങ്ങൾ എന്ത് ചെയ്യും, ചിലപ്പോൾ മാറും, പുതിയത് വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി പഠിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ കുറച്ചധികം കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടി വരും. അപ്പൊ ബില്ലിൽ ഒപ്പുവെക്കുന്ന പ്രസിഡന്റ് സമയപരിധി ഇല്ല എന്ന് കാര്യം കണ്ടുവല്ലോ. ഇത്തരത്തിലും ഒരു സന്ദർഭം ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? 1986 പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബിൽ പത്രസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണെന്ന് പരക്കെ വിമർശനമുണ്ടായി. അന്നത്തെ രാഷ്ട്രപതി ഗ്യാനി സെയിൽസിംഗ് ബില്ലിനെ സംബന്ധിച്ച് ഒരു തീരുമാനവും എടുത്തില്ല. അടുത്ത രാഷ്ട്രപതി ശ്രീ വെങ്കിട്ടരാമൻ പുനഃപരിശോധനയ്ക്കായി ബില്ല് പാർലമെന്റിലേക്ക് അയച്ചു. ബിൽ കൊണ്ടുവന്ന ഗവൺമെന്റ് ആ സമയത്ത് 1989 മാറുകയും പുതിയ ഗവൺമെന്റ് അധികാരത്തിലെത്തുകയും ചെയ്തു. അതൊരു മുന്നണി ഗവൺമെന്റ് ആയിരുന്നതിനാൽ ആ ഗവൺമെന്റ് ബില്ല് തിരികെ പാർലമെന്റിൽ കൊണ്ടുവന്നില്ല. അതായത് സെയിൽസിംഗ് ബില്ലിന് അംഗീകാരം കൊടുക്കുന്നത് നീട്ടിവെക്കാനെടുത്ത തീരുമാനത്തിലൂടെ ആ ബില്ല് നിയമമാകുന്നതിനെ ഫലപ്രദമായി തടയുവാൻ സാധിച്ചു. അപ്പം ഇവിടെ ഇത് പത്രസ്വാതന്ത്ര്യം ഹനിക്കുന്നത് കൊണ്ടാണെന്നുള്ള സംസാരമുണ്ട്. അതല്ലാതെ വേറൊരു കോണ്ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിനു മുമ്പ് രാജീവ് ഗാന്ധിയുടെ മരണത്തിൽ ഈ പറഞ്ഞ സിഖുകാരാണ് നമുക്കറിയാം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് സിഖ് കൂട്ടക്കൊലയൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കാര്യമായിട്ടുള്ള എന്താ പറയുക, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനങ്ങളും ആ സമയത്ത് കോൺഗ്രസ് ഗവൺമെന്റ് എടുത്തിട്ടില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് അതിൽ പ്രതിഷേധിച്ചിട്ടാണ് സിഖുകാരനായിട്ടുള്ള ഗ്യാനി സെയിൽസിംഗ് ബില്ലിന് അനുമതി കൊടുക്കാത്തത്. അതായത് അതിൽ പ്രതിഷേധിച്ചിട്ടാണ് അദ്ദേഹം പോക്കറ്റ് വീറ്റോ യൂസ് ചെയ്ത് എന്നുള്ളൊരു സംസാരവും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതെന്താണെങ്കിലും ആ ഒരു ബില്ല് എന്ത് ചെയ്തില്ല, പാസ്സായില്ല എന്നുള്ളതാണ്. രണ്ടാമതായി, പാർലമെന്റ് പാസ്സാക്കി അയക്കുന്ന ബില്ലുകൾ തടഞ്ഞു വെക്കുകയോ, ധനകാര്യ ബില്ലുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അതിൽ സൈൻ ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഓൾറെഡി പ്രസിഡന്റിന്റെ മുൻകൂർ അനുമതി വാങ്ങിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ മണി ബില്ല് അവതരിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പാർലമെന്റ് പാസ്സാക്കി അയക്കുന്ന ബില്ലുകൾ ധനകാര്യ ബില്ലുകൾ ഒഴികെ തടഞ്ഞു വെക്കുകയോ അനുമതി നിഷേധിക്കുകയോ ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്, പ്രസിഡന്റിനുണ്ട്. പാർലമെന്റ് പാസ്സാക്കുന്ന ബില്ലുകൾ നിയമമാകുന്നതിന് മുമ്പ് രാഷ്ട്രപതിയുടെ അധികാരം നേടേണ്ടതുണ്ട്. രാഷ്ട്രപതിക്ക് പുനഃപരിശോധനയ്ക്ക് വേണ്ടി ബില്ലുകൾ പാർലമെന്റിലേക്ക് തിരിച്ചയക്കാനുള്ള വീറ്റോ അധികാരം പരിമിതമാണ്. കാരണം എന്താണ്, അതേ ബില്ല് പാർലമെന്റ് വീണ്ടും പാസ്സാക്കി പ്രസിഡന്റിന് സമർപ്പിച്ചാൽ എന്ത് ചെയ്യും, അംഗീകാരം നൽകാൻ പ്രസിഡന്റ് ബാധ്യസ്ഥനാണ്. രാഷ്ട്രപതിക്ക് ഒരു ബില്ല് എത്ര കാലം കൈവശം വെച്ചിരിക്കാം എന്നതിനെ കുറിച്ച് ഭരണഘടന പരാമർശിക്കുന്നില്ല. അതായത് പ്രസിഡന്റിന് പാർലമെന്റ് പാസ്സാക്കി അയക്കുന്ന ബില്ല് എത്ര കാലം വേണമെങ്കിലും കൈവശം വെക്കാം. ഇത് രാഷ്ട്രപതിക്ക് മറ്റൊരു രീതിയിൽ വീറ്റോ അധികാരം പ്രയോഗിക്കാൻ അവസരം നൽകും. ഇതാണ് പോക്കറ്റ് വീറ്റോ. ഇതാണ് ഗ്യാനി സെയിൽസിംഗ് ഉപയോഗിച്ചത്.
രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് മൂന്നാമത്തെ വിവേചനാധികാരം ഉയർന്നു വരുന്നത്. സാധാരണയായിട്ട് നമുക്കറിയാം, ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള കക്ഷിയുടെയോ അല്ലെങ്കിൽ പാർട്ടിയുടെയോ നേതാവിനെയാണ് പ്രധാനമന്ത്രിയായി നിയമിക്കുന്നത്. അത്തരം സാഹചര്യത്തിൽ പ്രസിഡന്റിന് വിവേചനാധികാരം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്പോൾ ഉള്ള നമ്മുടെ അധികാരത്തിൽ വന്ന മുന്നണിയാണെന്നുണ്ടെങ്കിലും തൊട്ട് മുന്നത്തെ മുന്നണിയാണെങ്കിലും അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായുള്ള ഭൂരിപക്ഷം അവർക്കുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് പ്രസിഡന്റിന് ഇടപെടാനുള്ള ഒരു സാഹചര്യവും ഇല്ല. എന്നാൽ ലോകസഭയിൽ ഒരു കക്ഷിക്കും കാര്യമായിട്ടുള്ള ഭൂരിപക്ഷം വന്നില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇവർ കുറച്ച് എം പിമാർ, ഏതെങ്കിലും പാർട്ടിയിലെ എം പിമാർ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പോകും. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ വരാൻ പറ്റും അല്ലെ. 2 or 3 നേതാക്കൾ എന്ത് ചെയ്യും, സഖ്യം രൂപീകരിച്ച് ഗവൺമെന്റ് ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്താൽ ആരെ പ്രധാനമന്ത്രിയായി നിയമിക്കണമെന്ന് രാഷ്ട്രപതിക്ക് തീരുമാനിക്കാം. അതായത് ഒരു 2 or 3 കക്ഷികൾ എന്ത് ചെയ്യുക, അവകാശവാദം ഉന്നയിക്കുകയാണ്, ഇന്ന പാർട്ടിക്കാരൊക്കെ ഞങ്ങളെ കൂടെ ഉണ്ട്, അപ്പൊ ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയായി, ഞങ്ങൾക്കാണ് ഭൂരിപക്ഷം. ഇതേ സമയം തന്നെ അടുത്ത കക്ഷിയോ പാർട്ടിയോ പറയുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യാം, പ്രസിഡന്റിന്റെ ഇഷ്ടമാണ് ഏത് കക്ഷിയുടെ ഏത് പാർട്ടിയുടെ നേതാവിനെ പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കണം. പക്ഷേ പ്രസിഡന്റിന് അങ്ങനെ നിയമിച്ചിട്ട് അങ്ങ് പോകാനൊന്നും പറ്റില്ല. ഈ പ്രധാനമന്ത്രിക്ക് പിന്നെ ഡ്യൂട്ടി ഉണ്ട്. കാരണം പിന്നെ ഈ പാർട്ടി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഈ കക്ഷി എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം, ശരിയാണ് ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ള കാര്യം. ആരെ പ്രധാനമന്ത്രിയായി നിയമിക്കണമെന്ന് രാഷ്ട്രപതിക്ക് തീരുമാനിക്കാം. ഈ അവസരത്തിൽ രാഷ്ട്രപതി തന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് ലോകസഭയിൽ ഭൂരിപക്ഷ പിന്തുണ ലഭിക്കാൻ സാധ്യതയുള്ള കക്ഷിയെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ക്ഷണിക്കുന്നു. 1989 മുതൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ രാഷ്ട്രപതിയുടെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു. 1989 മുതൽ 98 വരെ നടന്ന 4 തിരഞ്ഞെടുപ്പുകളിൽ ഒരു കക്ഷിയോ മുന്നണിയോ ഭൂരിപക്ഷം നേടിയില്ല. ഈ സാഹചര്യങ്ങളിൽ ഗവൺമെന്റ് രൂപീകരണത്തിനും ലോകസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനാവാത്ത പ്രധാനമന്ത്രിമാരുടെ ലോകസഭ പിരിച്ചുവിടാനുള്ള അഭ്യർത്ഥനയുടെ കാര്യത്തിലും രാഷ്ട്രപതിക്ക് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. അതായത് ലോകസഭ പിരിച്ചുവിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് രാഷ്ട്രപതിയുടെ വിവേചനാധികാരം രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ഥിരതയില്ലാത്ത സർക്കാരുകളും മുന്നണി ഭരണവും ആണ് എന്ത് ചെയ്യുന്നത്, രാഷ്ട്രപതിയുടെ അധികാരം വർദ്ധിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ രാഷ്ട്രപതിയുടെ പങ്ക്. 1977 ശേഷം ഇന്ത്യയിൽ രാഷ്ട്രീയം കൂടുതൽ മത്സരാധിഷ്ഠിതവും പല സന്ദർഭങ്ങളിലും ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യവും ഉണ്ടായി. അത്തരം സാഹചര്യത്തിൽ രാഷ്ട്രപതി എന്താണ് ചെയ്യുന്നത്? 1998 തെരഞ്ഞെടുപ്പിൽ BJPക്കും സഖ്യകക്ഷികൾക്കും 251 സീറ്റ് ലഭിച്ചു. ഭൂരിപക്ഷത്തിന് പക്ഷേ 21 സീറ്റ് കുറവുണ്ടായിരുന്നു. രാഷ്ട്രപതി KR നാരായണൻ വളരെ ജാഗ്രതയോടെയുള്ള നടപടിക്രമം സ്വീകരിച്ചു. സഖ്യത്തിന്റെ നേതാവായ അടൽ ബിഹാരി വാജ്പേയിയോട് അദ്ദേഹത്തിന്റെ അവകാശവാദത്തെ സാധൂകരിക്കുന്നതിന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ രേഖ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. മാത്രമല്ല അധികാരത്തിലേറി 10 ദിവസത്തിനുള്ളിൽ വിശ്വാസ വോട്ട് തേടാനും ആവശ്യപ്പെട്ടു. ഇനി മിക്കപ്പോഴും രാഷ്ട്രപതി ഔപചാരികമായ അധികാരിയും ആലങ്കാരികമായ രാഷ്ട്രത്തലവനുമാണെന്ന് നമുക്കിപ്പം മനസ്സിലായി. പിന്നെ എന്തിനിങ്ങനൊരു രാഷ്ട്രപതി? അതിൻ്റെ ആൻസറാണ് ഇവിടെ പറയുന്നത്. പാർലമെന്ററി വ്യവസ്ഥയിൽ മന്ത്രിസഭ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതായത് ഏത് സമയവും മന്ത്രിസഭ പുറത്താക്കപ്പെടുകയും പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരാനും ചെയ്യും. എന്തുകൊണ്ടാണ്? കാരണം ഈ ലോകസഭയിലെ ഭൂരിപക്ഷത്തിനനുസരിച്ചിട്ടാണ് അല്ലേ. ഏതെങ്കിലും പാർട്ടിയോ കക്ഷിയോ അങ്ങോട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മന്ത്രിസഭ താഴെ പോകും. അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ പ്രതീകാത്മകമായി രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നതിനും പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതിനും ചുമതലയുള്ള ഒരു രാഷ്ട്രപതി ആവശ്യമാണ്. ഇതാണ് സാധാരണ സാഹചര്യങ്ങൾ രാഷ്ട്രപതിയുടെ കർത്തവ്യം. ഇതുകൂടെ ആർക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത അവസ്ഥ വന്നാൽ എന്ത് ചെയ്യണം? ഗവൺമെന്റിനെ നയിക്കാൻ ഒരു പ്രധാനമന്ത്രിയെ നിയമിക്കാനുള്ള അധിക ബാധ്യതയും പ്രസിഡന്റിനുണ്ട്. അപ്പൊ നമ്മൾ പ്രസിഡന്റിനെ പറ്റിയിട്ടാണ് ഇത്രയും നേരം പറഞ്ഞത്. ഇനി നമ്മൾ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിനെ കുറിച്ച് പറയാൻ പോവാണ്. അപ്പം ഇവിടെയുള്ള ഒരു രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, പ്രസിഡന്റിനെ പണിയില്ല, പിന്നെ എന്തിന് വൈസ് പ്രസിഡന്റ്? അതിനുള്ളത് നമുക്ക് പറയാം. അവിടെ ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയെ പോലെ തന്നെ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള അതേ രീതിയാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനും സ്വീകരിച്ചിട്ടുള്ളത്. അതായത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റം ചെയ്യാവുന്ന വോട്ട് സമ്പ്രദായം. ഇംഗ്ലീഷിൽ നമുക്ക് പറയുകയാണെങ്കിൽ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫർ വോട്ട് സിസ്റ്റം. എന്നാൽ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ഇലക്ടറൽ കോളേജിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ പാർലമെന്റിലെ 2 സഭകളിലെയും അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതായത് പാർലമെന്റിൽ നമ്മൾ പറഞ്ഞു പ്രസിഡന്റ് ഇലക്ഷനിൽ ഇലക്റ്റഡ് ആയിട്ടുള്ളവർ
മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, പാർലമെന്റിൽ അതായത് ലോകസഭയിലെയും രാജ്യസഭയിലും ഇതൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള കേട്ടോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട്, ലോകസഭയിലെയും രാജ്യസഭയിലെയും എല്ലാ മെമ്പേഴ്സിനും, അതായത് ഇലക്ട് ചെയ്ത് വന്നവർക്കും അതുപോലെ തന്നെ നോമിനേറ്റ് ചെയ്ത് വന്നവർക്കും എന്തുണ്ട്, വോട്ടവകാശമുണ്ട്. പക്ഷെ ഇവിടെ എന്തില്ല, സംസ്ഥാനത്തിലുള്ള മെമ്പേഴ്സ് ഇല്ല, അതായത് MLA-മാരില്ല. സംസ്ഥാന നിയമസഭാംഗങ്ങൾ ഈ ഇലക്ട്രൽ കോളേജിന്റെ ഭാഗമല്ല. രാജ്യസഭ ഭൂരിപക്ഷത്തോടെ പാസ്സാക്കുകയും ലോകസഭ അംഗീകരിക്കുകയും ചെയ്യുന്ന പ്രമേയത്തിലൂടെ മാത്രമേ ഉപരാഷ്ട്രപതിയെ പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള പ്രമേയം ആദ്യം അവതരിപ്പിക്കേണ്ടത് എവിടെയാണ്, നമ്മുടെ രാജ്യസഭയിലാണ്. കാരണം എന്താ, ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള പ്രമേയം ആദ്യം അവതരിപ്പിക്കേണ്ടത് രാജ്യസഭയിലാണ്. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഉപരാഷ്ട്രപതിയെ പുറത്താക്കാൻ സാധിക്കുക എങ്ങനെയാണ്, രാജ്യസഭ ഭൂരിപക്ഷത്തോടെ പാസ്സാക്കുകയും ലോകസഭ അംഗീകരിക്കുകയും ചെയ്യുന്ന പ്രമേയത്തിലൂടെ മാത്രമേ ഉപരാഷ്ട്രപതിയെ പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ. ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. മരണം, രാജി, പുറത്താക്കൽ, ഇംപീച്ച്മെന്റ് എന്നീ കാരണങ്ങളാൽ രാഷ്ട്രപതിയുടെ സ്ഥാനം ഒഴിവ് വരികയാണെങ്കിൽ ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നു. ഇതാണ് ഇദ്ദേഹത്തിന്റെ മെയിൻ ഡ്യൂട്ടി. ഒന്ന് രാജ്യസഭയുടെ അധ്യക്ഷന്, ഓക്കെ. രണ്ടാമത്തെന്ന് വെച്ചാൽ എങ്ങാനും രാഷ്ട്രപതിയുടെ പോസ്റ്റ് വേക്കന്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പുതിയ രാഷ്ട്രപതിയെ തെരഞ്ഞെടുത്ത് വരുന്നത് വരെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം. അതാണ് ഉപരാഷ്ട്രപതിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പുതിയ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് വരെയോ പരമാവധി 6 മാസം വരെയോ ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഒരിക്കലും ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതി ആവാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. രാഷ്ട്രപതി പോസ്റ്റിൽ വേക്കൻസി വന്നു കഴിഞ്ഞാൽ മാക്സിമം 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഇലക്ഷൻ നടത്തി പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണം. രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പുതിയ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് വരെ ഉപരാഷ്ട്രപതിയായിരുന്ന BD ജെട്ടി രാഷ്ട്രപതിയായി പ്രവർത്തിക്കുകയുണ്ടായി. ഇനി ഉപരാഷ്ട്രപതിയുടെ പോസ്റ്റും വേക്കന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് എന്ത് ചെയ്യുക, രാഷ്ട്രപതിയുടെ ഡ്യൂട്ടി നിർവഹിക്കുക. ഇനി സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പോസ്റ്റും വേക്കന്റ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ജഡ്ജ് ആയിരിക്കും പ്രസിഡന്റിന്റെ ഡ്യൂട്ടീസ് നിർവഹിക്കുക. ഓക്കെ. ഇനി പ്രധാനമന്ത്രിയും മന്ത്രിസഭയെയും കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചാണ് രാഷ്ട്രപതി തന്റെ അധികാരങ്ങൾ വിനിയോഗിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പ്രധാനമന്ത്രിയാണ് മന്ത്രിസഭയുടെ തലവൻ. ആയതിനാൽ മന്ത്രിസഭയുടെ തലവൻ എന്ന നിലയിൽ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ്. പാർലമെന്ററി വ്യവസ്ഥ നമ്മുടെ മോദിജി ആലോചിച്ചാൽ മതി അല്ലേ, നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരി ആരാണ്, പ്രധാനമന്ത്രി ആയിട്ടുള്ള, നിലവിൽ അത് മോദിയാണ്, നരേന്ദ്രമോദിയാണ്. പാർലമെന്ററി വ്യവസ്ഥയിൽ പ്രധാനമന്ത്രിക്ക് ലോകസഭയുടെ ഭൂരിപക്ഷ പിന്തുണ ഉണ്ടായിരിക്കണം. ഈ ഭൂരിപക്ഷം പ്രധാനമന്ത്രിയുടെ അധികാരത്തെ കൂടുതൽ ശക്തമാക്കുന്നു. ഭൂരിപക്ഷം കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, പ്രധാനമന്ത്രിയുടെ അധികാരം കുറയും. കാരണം പ്രധാനമന്ത്രിക്ക് എന്ത് ചെയ്യേണ്ടി വരും, പല 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 വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകേണ്ടി വരും. ഭൂരിപക്ഷ പിന്തുണ നഷ്ടപ്പെടുന്ന അവസരത്തിൽ തന്നെ പ്രധാനമന്ത്രിക്ക് അധികാരം നഷ്ടപ്പെടുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ ഏറെക്കാലം കോൺഗ്രസ് കക്ഷിക്ക് ഭൂരിപക്ഷം ലഭിക്കുകയും ആ കക്ഷിയുടെ നേതാവ് പ്രധാനമന്ത്രിയാവുകയും ചെയ്തിട്ടുണ്ട്. 1989 മുതൽ ഒരു കക്ഷിക്കും ലോകസഭയിൽ ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം സാഹചര്യത്തിൽ വിവിധ കക്ഷികൾ ചേർന്ന് മുന്നണി രൂപീകരിച്ച് സഭയിൽ ഭൂരിപക്ഷം നേടുന്നു. അത്തരം സാഹചര്യത്തിൽ മുന്നണിക്ക് ഏറ്റവും സ്വീകാര്യനായിട്ടുള്ള നേതാവാണ് പ്രധാനമന്ത്രിയാവുന്നത്. ഇപ്പൊ NDA എന്ന് പറയുന്നത് ഒരു പാർട്ടിയല്ല, പല പല പാർട്ടികൾ ചേർന്ന ഒരു കക്ഷിയാണ്. ഓക്കെ. ഔപചാരികമായി ലോകസഭയിൽ ഭൂരിപക്ഷം ലഭിക്കുന്നയാൾ എന്ത് ചെയ്യും, പ്രധാനമന്ത്രിയായിട്ട് രാഷ്ട്രപതി നിയമിക്കും. അപ്പൊ നമ്മൾ ലയൺ സിനിമയിലുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ആലോചിച്ചാൽ മതി. അതിൽ നമ്മുടെ ദിലീപ് വന്നിട്ട് മുഖ്യമന്ത്രിയോട് പറയുന്നുണ്ട്, അതായത് ഖജനാവിൽ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ മുമ്പ് മുഖ്യമന്ത്രി ആയിരുന്നവരും MLA-മാരായിരുന്നവരൊക്കെ ഒരുപാട് അഴിമതി കാണിച്ച് അവർക്കൊക്കെ കുറെ ബിനാമി ഇടപാടുകളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടുകെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അതൊക്കെ വെച്ചിട്ട് ഖജനാവ് നിറയ്ക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഇങ്ങേര് പറയുന്നുണ്ട്, ഇന്നസെന്റ് ആണ് മുഖ്യമന്ത്രി, പറയുന്നത് നീ ഒന്ന് എന്നെ ഭരിക്കാൻ സമ്മതിക്കുക, അല്ലെങ്കിലേ ആടുന്നൊരു ഗവൺമെന്റ് ആണ്, ഒരു MLA അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ എൻ്റെ അധികാരം പോകും, അപ്പോഴാണ് നീ ഈ പറയുന്ന അത്രയും സ്ട്രോങ് ആയിട്ടുള്ള അത്രയും പിൻബലമുള്ള വലിയ വലിയ ആൾക്കാരെയാണ് നീ തൊടാൻ പോകുന്നത്, നീ എന്നെ ഒന്ന് ഭരിക്കാൻ സമ്മതിക്കുമോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതാണ് ഒരു നല്ല ഭൂരിപക്ഷം. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റിൽ അല്ലെങ്കിൽ നരേന്ദ്രമോദി ഇത്രയധികം സ്ട്രോങ് ആവുന്നത്, പവർഫുൾ ആവുന്നത് എന്തുകൊണ്ടാണ്, അവർ
അവർക്ക് കൃത്യമായുള്ള ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്, അവരങ്ങനെ ഇങ്ങനെയും തൊടാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഈ ഭൂരിപക്ഷം കുറഞ്ഞ് ഒരു MLA-മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഗവൺമെന്റ് പോകുന്നുണ്ടെങ്കിൽ ഈ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരിക്കലും അങ്ങനെ പവർഫുൾ ആവാൻ പറ്റില്ല. അവരാകെ ഇങ്ങനെ പേടിച്ച് ഇൻ ദ സെൻസ് ബാക്കിയുള്ള എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ബാക്കി അവരെ കൂടെ നിൽക്കുന്ന ബാക്കി കക്ഷികളെയൊക്കെ തൃപ്തിപ്പെടുത്തി മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. മന്ത്രിസഭാംഗങ്ങൾ ആരെല്ലാമാണെന്ന് തീരുമാനിക്കുന്ന ആരാ? പ്രധാനമന്ത്രി. അതുപോലെ തന്നെ അവരുടെ വകുപ്പുകളും പദവിയും ഏതെല്ലാം എന്ന് തീരുമാനിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. ഓരോരുത്തരുടെയും പ്രവർത്തന പരിചയവും രാഷ്ട്രീയ പ്രാധാന്യവും കണക്കിലെടുത്താണ് ക്യാബിനറ്റ് മന്ത്രി, സഹമന്ത്രി, ഉപമന്ത്രി തുടങ്ങിയ പദവികളൊക്കെ തീരുമാനിക്കുന്നത്. ഇപ്പൊ ക്യാബിനറ്റ് മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് മന്ത്രിസഭയിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും സ്വതന്ത്ര ചുമതലയുള്ള വകുപ്പുകളൊക്കെ ഉള്ള ആൾക്കാരാണ് എന്ത് ക്യാബിനറ്റ് മന്ത്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഈ ക്യാബിനറ്റ് കൂടിയിട്ടാണ്. എല്ലാ മന്ത്രിമാർക്കും ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പങ്കെടുക്കാൻ പറ്റില്ല. കൃത്യമായിട്ടുള്ള ക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സഹമന്ത്രിമാരുണ്ട്, ഈ ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കുന്ന സഹമന്ത്രിമാരുണ്ട്. അതുപോലെ സഹമന്ത്രിമാരിൽ തന്നെ ഈ പറഞ്ഞ സ്വതന്ത്ര ചുമതലയുള്ള വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയിലുള്ളവരും ഉണ്ടാവും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വകുപ്പിന്റെ ഒരു മെയിൻ മന്ത്രി ഉണ്ടാവും, അതിന്റെ താഴെ അവരെ സഹായിക്കുന്ന മന്ത്രി ഉണ്ടാവും. അപ്പം സുരേഷ് ഗോപി നമുക്കറിയാം സഹമന്ത്രിയാണ്. അദ്ദേഹത്തിന് ഒരു പിന്നെ വകുപ്പിന് എന്തില്ല, സ്വതന്ത്ര ചുമതല ഇല്ല. ഓക്കെ. പിന്നെ ഉപമന്ത്രി എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ മന്ത്രിമാരെ സഹായിക്കുന്ന മന്ത്രിമാരാണ് ഉപമന്ത്രിമാര്. സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയാണ് സ്വന്തം പാർട്ടിയിൽ നിന്നോ ഘടകകക്ഷികളിൽ നിന്നോ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നത്. പ്രധാനമന്ത്രിയും മന്ത്രിമാരും എന്ത് ചെയ്യണം, പാർലമെന്റ് അംഗങ്ങളായിരിക്കണം. പാർലമെന്റ് അംഗമല്ലാത്ത ഒരാൾക്കും മന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ ആവാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യണം, അതായത് അവരെ അധികാരത്തിലേറി 6 മാസത്തിനുള്ളിലേക്ക് എന്ത് ചെയ്യണം, അവര് തെരഞ്ഞെടുക്കപ്പെടണം എന്നുള്ളതാണ്. അതുപോലെ പ്രധാനമന്ത്രി നമ്മളിങ്ങനെ വായിച്ചു, ലോകസഭാ ഭൂരിപക്ഷം വേണം. അപ്പൊ ലോകസഭയിലുള്ള ഒരു MP മാത്രമാണോ പ്രധാനമന്ത്രി ആവാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിൽ തോന്നണം. അങ്ങനെയില്ല. ലോകസഭയിലെ ഭൂരിപക്ഷത്തിനനുസരിച്ച് മന്ത്രിസഭ നിലനിൽക്കുള്ളൂ. പക്ഷെ ഒരു ലോകസഭാംഗത്തിനും രാജ്യസഭാംഗത്തിനും അതുപോലെ പിന്നെ നോമിനേറ്റഡ് ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാം, പ്രധാനമന്ത്രി ആവാൻ പറ്റും. ഇപ്പൊ നമ്മുടെ മൻമോഹൻ സിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ഒരു മണ്ഡലത്തിൽ നിന്നും ജയിച്ചിട്ടില്ല, ലോകസഭയെ പ്രതിനിധീകരിച്ചിട്ടേ ഇല്ല. അദ്ദേഹം രാജ്യസഭയിൽ നിന്ന് പ്രധാനമന്ത്രി ആയിട്ടുള്ള ആളാണ്. ഓക്കെ. നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചില അംഗങ്ങൾക്ക് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചില അംഗങ്ങൾക്ക് മന്ത്രിമാരെ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ തീരുമാനിക്കുന്നതിന് പകരം നിയമനിർമ്മാണ സഭ നേരിട്ട് തെരഞ്ഞെടുക്കണം എന്ന അഭിപ്രായമുള്ളവരായിരുന്നു. എന്റെ കാഴ്ചപ്പാടിൽ സ്വിസ് സംവിധാനത്തിലേതുപോലെ എക്സിക്യൂട്ടീവിനെ നിയമനിർമ്മാണ സഭ നിശ്ചിത കാലത്തേക്ക് തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായമാണ് പ്രവിശ്യകൾക്ക് ഏറ്റവും അഭികാമ്യം. ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയാണ് എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുക്കാൻ ഏറ്റവും നല്ല മാർഗം. കാരണം എല്ലാ വിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ ഇതുവഴി പ്രാതിനിധ്യം ലഭിക്കുകയും തങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭിച്ചില്ല എന്ന തോന്നൽ ഒരു കക്ഷിക്കും ഉണ്ടാവുകയുമില്ല. ഇനി മന്ത്രിസഭയുടെ വലിപ്പം. തോന്നുന്ന പോലെ എത്ര മന്ത്രിമാരെ വേണമെങ്കിലും അപ്പോയിന്റ് ചെയ്യാൻ പറ്റുമോ? പണ്ട് പറ്റുമായിരുന്നു, പക്ഷെ ഇപ്പം പറ്റില്ല. എന്തുകൊണ്ടാണ്? 2003 91 ഭരണഘടനാ ഭേദഗതി നിയമത്തിന് മുമ്പ് മന്ത്രിസഭയുടെ വലിപ്പം നിശ്ചയിച്ചിരുന്നത് അതാത് കാലത്തെ അടിയന്തര സ്ഥിതിയും സാഹചര്യങ്ങളുടെ സമ്മർദ്ദവും കണക്കിലെടുത്തുകൊണ്ടായിരുന്നു. എന്നാൽ ഇത് വളരെ വലിപ്പമുള്ള മന്ത്രിസഭകളുടെ രൂപീകരണത്തിന് കാരണമായി. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കക്ഷികളൊക്കെ കൂട്ടുകക്ഷി ഭരണമൊക്കെ വരുന്ന സമയത്ത് പലവരെയും ഇവരൊക്കെ പ്രീതിപ്പെടുത്തണം. എങ്ങനെയാ പ്രീതിപ്പെടുത്തുന്നത്? മന്ത്രിസ്ഥാനം കിട്ടിയില്ലെങ്കിൽ എല്ലാവരും ഇടയും, കിട്ടുന്നിടത്തിലേക്ക് പോകും, അങ്ങനെ പ്രശ്നമാവും. അപ്പൊ പലപ്പോഴും ഇവരെയൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഇവർക്കൊക്കെ മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരും. അപ്പം ആവശ്യമില്ലാതെയും ഒക്കെ പലപ്പോഴും പുതിയ വകുപ്പുകളും ഓൾറെഡി ഒരാൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വകുപ്പിനെ വിഭജിച്ച് പല വകുപ്പുകളാക്കിയൊക്കെ ചെയ്യും. അപ്പം ഇതൊരു വലിയ പ്രശ്നമായി. കൂടാതെ ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത അവസ്ഥയിൽ മന്ത്രിസ്ഥാനം വാഗ്ദാനം നൽകി ഭൂരിപക്ഷം ഉറപ്പാക്കുന്ന പ്രവണതയുണ്ടായി. പല സംസ്ഥാനങ്ങളിലും ഇത്തരം പ്രവണത ഉണ്ടായിരുന്നു. അതിനാൽ നിങ്ങൾ ആ ലയൺ സിനിമ തന്നെ ആലോചിച്ചാൽ മതി. അതിൽ വെറും വളരെ ജൂനിയർ ആയിട്ടുള്ള സെലിം കുമാറിനും അതുപോലെ തന്നെ ദിലീപിനും എങ്ങനെയാണ് മന്ത്രിസഭയിലേക്ക് മന്ത്രിയായിട്ട് ഉള്ള ഒരു മെമ്പർഷിപ്പ് കിട്ടുന്നതും അതുപോലെ തന്നെ ആഭ്യന്തരം തന്നെ, അത് സിനിമയായതുകൊണ്ടാണ് അത്രയും ആഭ്യന്തരമൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആഭ്യന്തരമൊക്കെ കിട്ടാൻ കാരണം എന്താണ്? അത്രയും അവരില്ലെങ്കിൽ മന്ത്രിസഭ ഇല്ല എന്നുള്ളത് കൊണ്ട്. അതിനാൽ മന്ത്രിമാരുടെ എണ്ണം ലോകസഭയുടെ ആകെ അംഗസംഖ്യയുടെ 15% കവിയരുതെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി നടപ്പിലാക്കേണ്ടി വന്നു.
എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നതിന് പാർലമെന്റ് ഉപയോഗപ്പെടുത്തുന്ന വിവിധ മാർഗങ്ങളെക്കുറിച്ച് നിയമനിർമ്മാണ വിഭാഗം എന്ന അധ്യായത്തിൽ പഠിക്കും. അത് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് ക്ലാസ്. കാര്യനിർവഹണ വിഭാഗം നിയമനിർമ്മാണ വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമാണ് പ്രവർത്തിക്കുക എന്നതാണ് പാർലമെന്ററി എക്സിക്യൂട്ടീവിന്റെ പ്രധാന സവിശേഷത. മന്ത്രിസഭയ്ക്ക് ലോകസഭയോടാണ് കൂട്ടുത്തരവാദിത്തമുള്ളത്. ലോകസഭയുടെ വിശ്വാസം, നമ്മൾ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത്, ഇത് നമുക്ക് വേണ്ടിയുള്ളതല്ലല്ലോ, ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ. അപ്പൊ അവർക്ക് ആ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ലോകസഭയുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ മന്ത്രിസഭ എന്ത് ചെയ്യേണ്ടി വരും? രാജിവെക്കണം എന്നാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. പാർലമെന്റിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന നിലയിൽ മന്ത്രിസഭ പാർലമെന്റിന് വേണ്ടി കൂട്ടായ്മയോടെ ഭരണം നടത്തുന്നു എന്ന തത്വത്തിനാണ് ഇവിടെ ഊന്നൽ നൽകിയിരിക്കുന്നത്. കൂട്ടുത്തരവാദിത്തം എന്നത് മന്ത്രിസഭയുടെ ഐക്യം എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണ്. അതായത് ഒരു മന്ത്രിക്കെതിരെ എങ്ങാനും അവിശ്വാസ പ്രമേയം പാസ്സായാൽ അത് മന്ത്രിസഭയുടെ തന്നെ രാജിയിലേക്ക് നയിക്കും എന്നർത്ഥം. അതേപോലെ തന്നെ ഒരു മന്ത്രിക്ക് മന്ത്രിസഭയുടെ തീരുമാനങ്ങളിൽ വിയോജിപ്പുണ്ടെങ്കിൽ, തീരുമാനം ഇനി എന്തായാലും വിയോജിപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അദ്ദേഹം പൊതുമധ്യത്തിൽ അദ്ദേഹം അതെന്ത് ചെയ്യണം? അംഗീകരിക്കണം. അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? രാജിവെച്ച് പോകണം. അതുകൊണ്ടാണ് നമ്മളറിയാം, ചിലപ്പം മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ മന്ത്രിമാർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല, എന്നാലും എന്ത് ചെയ്യാൻ പറ്റില്ല, പരസ്യമായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ പോകണം. ആ കൂട്ടുത്തരവാദിത്തം എന്ന് പറഞ്ഞ പരിപാടി അവിടെ നടക്കുന്നില്ല. അപ്പൊ കൂട്ടുത്തരവാദിത്തം നിലനിൽക്കുമ്പോൾ മന്ത്രിസഭയുടെ ഏതൊരു നയവും പിന്തുടരാൻ എല്ലാ മന്ത്രിമാരും ബാധ്യസ്ഥരാണ്. ഇനി ഇന്ത്യയിൽ പ്രധാനമന്ത്രിക്ക് ഗവൺമെന്റിൽ ഉന്നത സ്ഥാനമാണുള്ളത്. പ്രധാനമന്ത്രി ഇല്ലാതെ മന്ത്രിസഭ നിലനിൽക്കില്ല. പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? മന്ത്രിസഭ നിലവിൽ വരുന്നത്. പ്രധാനമന്ത്രിയുടെ മരണമോ രാജിയോ സ്വാഭാവികമായും മന്ത്രിസഭയുടെ അന്ത്യത്തിൽ ആ മന്ത്രിസഭ പിന്നെ താഴെ പോയി. അത് കുറേ പേർക്കുള്ള ഡൗട്ടാണ്. അപ്പൊ പ്രധാനമന്ത്രി മരിക്കുകയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി രാജിവെക്കുകയോ ചെയ്താൽ, ഇതൊരു എക്സാമിന് ലാസ്റ്റ് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നുണ്ടല്ലോ, LDCയിലാണെന്ന് തോന്നുന്നുണ്ട്, ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കുറെ പേർക്ക് ഡൗട്ടാണ്. പ്രധാനമന്ത്രി മരിച്ചപ്പോൾ പുതിയ പ്രധാനമന്ത്രി വരുമോ? അങ്ങനെയല്ലേ, അല്ലാതെ എല്ലാ മന്ത്രിമാരും രാജിവെക്കണോ? യെസ്, വേണം. അതായത് ആ മന്ത്രിമാർ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? താഴെ പോവാണ് ചെയ്യുന്നത്. പിന്നെ അതേ കക്ഷി അല്ലെങ്കിൽ ആ ഭരിക്കുന്ന പാർട്ടിയിൽ തന്നെ ആയിരിക്കും ആൾക്കാർ വരിക. പക്ഷെ എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? അവർ വീണ്ടും പുതിയ പ്രധാനമന്ത്രി, പുതിയ മന്ത്രിസഭാംഗങ്ങളായിട്ട് അവർ എന്ത് ചെയ്യണം? സത്യപ്രതിജ്ഞ ചെയ്യണം. അപ്പം മരണമോ രാജിയോ സ്വാഭാവികമായും മന്ത്രിസഭയുടെ അന്ത്യത്തിലേക്ക് നയിക്കുന്നു. അതേസമയം ഒരു മന്ത്രിയുടെ പുറത്താക്കലോ രാജിയോ എന്ത് ചെയ്യുന്നില്ല, ആ മന്ത്രിയുടെ ഒഴിവ് മാത്രമേ ഉള്ളൂ. അപ്പൊ പ്രധാനമന്ത്രി മരണപ്പെടുകയോ രാജിവെക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ ഒരു സംഭവം, അതായത് കംപ്ലീറ്റ് മന്ത്രിസഭ താഴെ പോകുന്നത്. പക്ഷെ അതിൽ ഒരു മന്ത്രിനെ പുറത്താക്കിയോ അല്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കുകയോ ഒന്നും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നില്ല, മന്ത്രിസഭ താഴെ പോകില്ല. പകരം എന്ത് ചെയ്യും? പുതിയ മന്ത്രിനെ അപ്പോയിന്റ് ചെയ്യും. അത്രയേ ഉള്ളൂ. ഓക്കെ. മന്ത്രിസഭയെയും രാഷ്ട്രപതിയെയും പാർലമെന്റിനെയും ബന്ധിക്കുന്ന ഒരു കണ്ണിയാണ് പ്രധാനമന്ത്രി. അതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി എന്ത് വിളിച്ചത്? ഗവൺമെന്റിന്റെ അച്ചാണി, ലിഞ്ച് പിൻ ഓഫ് ഗവൺമെന്റ് എന്ന് വിശേഷിപ്പിച്ചത്. മന്ത്രിസഭയുടെ ഭരണസംബന്ധമായ തീരുമാനങ്ങൾ, നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങൾ എന്നിവ രാഷ്ട്രപതിയെ അറിയിക്കാനുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാർക്കുള്ളത്? പ്രധാനമന്ത്രിക്കുണ്ട്. ഗവൺമെന്റിന്റെ സുപ്രധാന തീരുമാനങ്ങളിലും നയരൂപീകരണത്തിലും പ്രധാനമന്ത്രിക്ക് സുപ്രധാന പങ്കുണ്ട്. മന്ത്രിസഭയുടെ മേലുള്ള നിയന്ത്രണം, ലോകസഭയിലെ നേതൃത്വം, ബ്യൂറോക്രസിയുടെ മേലുള്ള ആജ്ഞാശക്തി, മാധ്യമ സ്വാധീനം, തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടുന്ന വ്യക്തി വൈശിഷ്ട്യങ്ങൾ, അന്തർദേശീയ ഉച്ചകോടികളിലും വിദേശ പര്യടനങ്ങളിലും ഉണ്ടാകുന്ന ദേശീയ നേതാവ് എന്ന പ്രതിച്ഛായ തുടങ്ങി വ്യത്യസ്ത രൂപങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ അധികാരങ്ങൾ പ്രകടമാകുന്നത്. എന്നിരുന്നാലും പ്രധാനമന്ത്രിയുടെ അധികാരവും അതിൻ്റെ യഥാർത്ഥ പ്രയോഗവും നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിരിക്കും. അത് നമ്മൾ പറഞ്ഞു. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഭൂരിപക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയും സ്ട്രോങ് ആയിരിക്കും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ട്രോങ് ആയിരിക്കും. അതല്ല ആടി ഒലയുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും. ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള ഒരു കക്ഷിയിൽ നിന്നുള്ളവരാണ് പ്രധാനമന്ത്രിയും മന്ത്രിസഭയുമെങ്കിൽ പ്രധാനമന്ത്രിയുടെ സ്ഥാനം ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധം ശക്തമാണ്. എന്നാൽ മുന്നണി ഗവൺമെന്റുകൾ അധികാരത്തിൽ വരുമ്പോൾ സ്ഥിതി വ്യത്യസ്തമാകുന്നു. 1989 മുതൽ വിവിധ മുന്നണി ഗവൺമെന്റുകൾ അധികാരത്തിൽ വന്നതിന് നമ്മൾ സാക്ഷികളാണ്. ഇപ്പൊ അങ്ങനെ ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്കൊന്നും എന്ത് ചെയ്യാറില്ല, ഭൂരിപക്ഷം കിട്ടാറില്ല. എല്ലാം കൂട്ടുകക്ഷി ഭരണമാണ്. അവയിൽ പലതും ലോകസഭയുടെ കാലാവധി തികച്ചിട്ടില്ല. അവർ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് രാജിവെക്കുകയോ പുറത്താക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ പാർലമെന്ററി എക്സിക്യൂട്ടീവിന്റെ പ്രവർത്തനത്തെ ബാധിച്ചു. ഒന്നാമതായി, പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ രാഷ്ട്രപതിക്കുള്ള വിവേചനാധികാരം ഇത് വർദ്ധിപ്പിക്കും. ഇവിടെ എന്ത് ചെയ്യും? അതായത് ഇങ്ങനത്തെ ഉള്ള ഒരു അവസ്ഥ വരുമ്പോഴാണ് രാഷ്ട്രപതിയുടെ അധികാരം എന്ത് ചെയ്യുന്നത്? വർദ്ധിക്കുന്നത്.
മുന്നണി രാഷ്ട്രീയം രാഷ്ട്രീയ പങ്കാളികൾ തമ്മിൽ കൂടുതൽ ചർച്ചകൾ അനിവാര്യമാക്കി തീർന്നു. ഇത് പ്രധാനമന്ത്രിയുടെ അധികാര ചോർച്ചയിലേക്ക് നയിക്കുന്നു. മൂന്നാമതായി, പ്രധാനമന്ത്രിയെ നിശ്ചയിക്കുക, അവരുടെ പദവികളും വകുപ്പുകളും തീരുമാനിക്കുക തുടങ്ങിയ പ്രധാനമന്ത്രിയുടെ വിശേഷ അധികാരങ്ങളുടെ മേൽ മുന്നണി രാഷ്ട്രീയം നിയന്ത്രണം കൊണ്ടുവന്നു. അപ്പൊ നല്ല ഭൂരിപക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിക്ക് എന്ത് ചെയ്യേണ്ട, കോംപ്രമൈസ് ഒന്നും ചെയ്യേണ്ട, അദ്ദേഹത്തിന് ഇഷ്ടത്തിനനുസരിച്ച് പോസ്റ്റുകളൊക്കെ കൊടുക്കാം. പക്ഷെ അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലയൺ സിനിമയിൽ പറഞ്ഞ പോലെ തന്നെ ആഭ്യന്തര വരെ അത്രയും വലിയതൊക്കെ വരെ എന്ത് ചെയ്യേണ്ടി വരും, ഓരോ വളരെ ജൂനിയർ ആയിട്ടുള്ള മന്ത്രിമാർക്കൊക്കെ കൊടുക്കേണ്ടി വരും. നാലാമതായി, ഗവൺമെന്റിന്റെ നയങ്ങളും പരിപാടികളും പ്രധാനമന്ത്രിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ കഴിയാതെയായി. വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിന് മുമ്പോ തെരഞ്ഞെടുപ്പിന് ശേഷമോ ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നതിനായി മുന്നണികൾ ഉണ്ടാക്കി. ഇവർ നിരന്തരമായ ചർച്ചകൾക്കും ഒത്തുതീർപ്പുകൾക്കും ശേഷമാണ് നയങ്ങൾ രൂപീകരിച്ചിരുന്നത്. അതിനാൽ ഈ പ്രക്രിയയിലാകട്ടെ ഗവൺമെന്റിന്റെ തലവൻ എന്നതിനേക്കാൾ ഒരു മധ്യസ്ഥൻ എന്ന നിലയ്ക്കാണ് പ്രധാനമന്ത്രിക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നത്. ചില വ്യത്യാസങ്ങളോടെയുള്ള പാർലമെന്ററി എക്സിക്യൂട്ടീവ് തന്നെയാണ് സംസ്ഥാന തലങ്ങളിലും നിലനിൽക്കുന്നത്. അതായത് നമ്മൾ കേന്ദ്രത്തിലുള്ള പോലെ അതേപോലെ തന്നെയാണ് സംസ്ഥാനത്ത്. അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. സംസ്ഥാനത്ത് രാഷ്ട്രപതി നിയമിക്കുന്ന ഗവർണർ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉപദേശാനുസരണം, ഗവർണർ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, നമ്മുടെ ഗവർണർ എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും എന്നതാണ് പ്രധാന വ്യത്യാസം. ഇപ്പം ആരിഫ് ഹുസൈനുമായിട്ട് എപ്പോഴും പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം എന്താണ്, അദ്ദേഹം BJP ഗവൺമെന്റ് പ്രതിനിധിയാണ്. ശരിക്കും അവർ പറഞ്ഞ ഗവർണറും പ്രസിഡന്റും ഒക്കെ ആവുന്ന സമയത്ത് അവരൊക്കെ പലപ്പോഴും രാഷ്ട്രീയ കക്ഷികളിലുള്ളവരായിരിക്കും, രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരായിരിക്കും. പക്ഷെ അവർ ആ അധികാരത്തിൽ എത്തുന്ന സമയത്ത് അവർ എന്ത് ചെയ്യണം, നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കണം. എങ്കിൽ പോലും ആ ഒരു രാഷ്ട്രീയ ചായ്വ് പലപ്പോഴും ഉണ്ടാവും. പ്രധാനമന്ത്രിയെ പോലെ മുഖ്യമന്ത്രിയും നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷ കക്ഷിയുടെ നേതാവാണെങ്കിലും ഗവർണർക്ക് കൂടുതൽ വിവേചനാധികാരങ്ങളുണ്ട്. എന്നിരുന്നാലും സംസ്ഥാന തലത്തിലും പാർലമെന്ററി വ്യവസ്ഥയുടെ പ്രധാന തത്വങ്ങൾ നിലനിൽക്കുന്നു. ഇത്രയും നേരം നമ്മൾ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ സ്ഥിരം എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സ്ഥിരം കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ പെർമനന്റ് എക്സിക്യൂട്ടീവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് ഘടകത്തിൽ പ്രധാനമന്ത്രി, മന്ത്രിമാർ, ഉദ്യോഗസ്ഥ വൃന്ദം അഥവാ ഭരണയന്ത്രം എന്നിവർ ഉൾപ്പെടുന്നു. സൈനിക സേവനത്തിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം അടിവരയിടുന്നതിനാണ് ഇതിനെ സിവിൽ സർവീസ് എന്ന് വിളിക്കുന്നത്. ഭരണകാര്യങ്ങളിൽ വൈദഗ്ധ്യവും പരിശീലനവും നേടിയിട്ടുള്ള ഗവൺമെന്റിന്റെ സ്ഥിരം ഉദ്യോഗസ്ഥർ നയങ്ങൾ രൂപീകരിക്കുന്നതിലും അവ നടപ്പിലാക്കുന്നതിലും മന്ത്രിമാരെ സഹായിക്കുന്നു. നിയമനിർമ്മാണ വിഭാഗം സ്വീകരിക്കുന്ന നയങ്ങൾ ഉദ്യോഗസ്ഥർ ലംഘിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഭരണ സംവിധാനത്തിനുമേൽ രാഷ്ട്രീയ നിയന്ത്രണം നിലനിർത്തുക എന്നത് മന്ത്രിമാരുടെ ഉത്തരവാദിത്തമാണ്. ഇന്ത്യ കാര്യക്ഷമതയുള്ള ഒരു ഭരണ സംവിധാനത്തിന് രൂപം നൽകിയിട്ടുണ്ട്. അതിങ്ങനെയാണ് നമ്മൾ UPSCയും PSC ഒക്കെ രൂപീകരിച്ചിട്ടുള്ളത്. അവരാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ നമ്മുടെ സ്ഥിര കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഭാഗമായിട്ടുള്ള ബ്യൂറോക്രസിയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഭരണ സംവിധാനത്തിന് രാഷ്ട്രീയമായ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അതിന്റെ ഉദ്യോഗസ്ഥ വൃന്ദം രാഷ്ട്രീയമായ നിഷ്പക്ഷത പുലർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് നയപരമായ കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥ വൃന്ദം രാഷ്ട്രീയ ചായ്വുകൾ പ്രകടിപ്പിക്കുകയില്ല എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി പരാജയപ്പെടുകയും പുതിയ ഗവൺമെന്റ് മുൻ ഗവൺമെന്റിന്റെ നയങ്ങൾക്ക് പകരം പുതിയ നയങ്ങൾ തെരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നത് ജനാധിപത്യത്തിൽ സാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ത്യയിലെ ബ്യൂറോക്രസി ഇന്നൊരു സങ്കീർണമായ വ്യവസ്ഥയാണ്. അഖിലേന്ത്യാ സർവീസുകൾ, സംസ്ഥാന സർവീസുകൾ, പ്രാദേശിക ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന സാങ്കേതിക, മാനേജീരിയൽ വൈദഗ്ധ്യമുള്ള ഉദ്യോഗസ്ഥന്മാർ എന്നിവർ അതിൽ ഉൾപ്പെടുന്നു. രാഷ്ട്രീയ നിഷ്പക്ഷതയും വൈദഗ്ധ്യവും പുലർത്തുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ ഭരണഘടനാ കർത്താക്കൾ കൃത്യമായിട്ട് ബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ സിവിൽ സർവീസിനെ കുറിച്ചിട്ട് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇന്ത്യ ഗവൺമെന്റിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെയാണ്. സമാനമായി സംസ്ഥാനങ്ങളിൽ എന്തുണ്ട്, പബ്ലിക് സർവീസ് കമ്മീഷനുകളുണ്ട്. പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ഒരു നിശ്ചിത കാലയളവിലേക്കാണ് നിയമിക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജിയുടെ അന്വേഷണത്തിന് വിധേയമായി മാത്രമേ അവരെ നീക്കം ചെയ്യാനോ സസ്പെൻഡ് ചെയ്യാനോ പാടുള്ളൂ. യോഗ്യതയുടെയും കാര്യക്ഷമതയുടെയും അടിസ്ഥാനത്തിലാണ് സിവിൽ സർവീസിനെ നിയമിക്കുന്നതെങ്കിലും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും പൊതു ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ സ്ഥാനവും ലഭിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അവസരം ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഭരണഘടന ഉറപ്പുവരുത്തിയിരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സംവരണത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്.
യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ തിരഞ്ഞെടുക്കുന്ന ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥരാണ് സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നത്. അതായത് നമ്മുടെ IAS IPS ഉദ്യോഗസ്ഥർ. ജില്ലാ തലത്തിൽ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ്? അത് നമ്മുടെ ജില്ലാ കളക്ടറാണ്. കളക്ടർ സാധാരണയായിട്ട് ഒരു IAS ഓഫീസറാണ്, നമുക്ക് അറിയാം. അപ്പൊ സിവിൽ സർവീസിനെ എങ്ങനെയാണ് വർഗീകരിച്ചിരിക്കുന്നത്? ഇത് ഓൾറെഡി നമ്മൾ SCRT ടെക്സ്റ്റ് ബുക്കിൽ 10ാം ക്ലാസ്സിൽ ഇത് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അഖിലേന്ത്യാ സർവീസുകൾ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ് അല്ലെങ്കിൽ കേന്ദ്ര സർവീസുകൾ, സംസ്ഥാന സർവീസുകൾ. ഇത് എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ചോദ്യം ചോദിക്കാറുണ്ട്. അഖിലേന്ത്യാ സർവീസിന് എക്സാമ്പിൾ ആണ് എന്ത്? IAS-ഉം IPS-ഉം. ഇവരുടെ പ്രത്യേകത എന്താ? ഇവരൊരു സ്റ്റേറ്റിൽ ഒതുങ്ങിയിരിക്കുന്ന ആൾക്കാരല്ല, ഇവര് ഓൾ ഇന്ത്യ എന്ത് ചെയ്യുന്നതാണ്? അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ആൾക്കാരാണ് അഖിലേന്ത്യാ സർവീസ്. കേന്ദ്ര സർവീസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇതെന്താണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരാണ്. അവരൊരിക്കലും സംസ്ഥാനത്തിന്റെ അണ്ടറിൽ എന്ത് ചെയ്യാറില്ല? പ്രവർത്തിക്കാറില്ല. പക്ഷെ IAS IPS അങ്ങനെയല്ല, അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരാണ്, പക്ഷെ അവർ എന്ത് ചെയ്യാറുണ്ട്? സംസ്ഥാനത്തിന്റെ അണ്ടറിൽ പ്രവർത്തിക്കും. ഇനി സംസ്ഥാന സർവീസുകൾക്ക് ഉദാഹരണമാണ് സെയിൽസ് ടാക്സ് ഓഫീസേഴ്സ്. ഇപ്പൊ നമ്മുടെ ഒരു LD ക്ലർക്ക് എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മുടെ സ്റ്റേറ്റ് സർവീസിൽ വരുന്നതാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ സേവന വേതന വ്യവസ്ഥകൾക്കനുസരിച്ചാണ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. ആര്? കേന്ദ്ര ഗവൺമെന്റിന്റെ സേവന വേതന വ്യവസ്ഥകൾക്കനുസരിച്ചാണ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. ഒരു പ്രത്യേക സംസ്ഥാനത്തിൽ നിയമിതനാകുന്ന ഒരു IAS അല്ലെങ്കിൽ IPS ഓഫീസർ സംസ്ഥാന സർക്കാരിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നു. എന്നിരുന്നാലും കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? IAS IPS ഓഫീസർമാരെ നിയമിക്കുന്നത്. അവർക്ക് കേന്ദ്ര സർവീസിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. ഏറ്റവും പ്രധാനമായി അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ആർക്കാ പറ്റുക? കേന്ദ്ര ഗവൺമെന്റിനാണ് പറ്റുക. അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ സംസ്ഥാനങ്ങളിലെ പ്രധാന ഉദ്യോഗസ്ഥർ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അതായത് IAS IPS ഓഫീസേഴ്സ് സംസ്ഥാനത്താണ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ അണ്ടറിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അവരുടെ മേൽ അധികാരമുള്ളത് ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ്. UPSC നിയമിക്കുന്ന IAS IPS ഉദ്യോഗസ്ഥരെ കൂടാതെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലൂടെ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരും ചേർന്നാണ് എന്ത് ചെയ്യുന്നത്? സംസ്ഥാന ഭരണ നിർവഹണം നടത്തുന്നത്. ഈ സവിശേഷത സംസ്ഥാനങ്ങളുടെ ഭരണത്തിനുമേൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണം ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു ഫെഡറലിസം എന്നുള്ളൊരു കൺസെപ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. അത് നമുക്ക് ആ ഒരു ചാപ്റ്റർ പറയുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഗവൺമെന്റിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിച്ചേരാനുള്ള ഉപകരണമാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ കാര്യനിർവഹണ വിഭാഗം എന്നുള്ള ചാപ്റ്റർ. എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.